ഗുഡ് മോർണിംഗ് എവരി വൺ. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് ഒരു മോഡൽ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിൻ്റെ ചർച്ചയ്ക്കാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഡിഗ്രി ലെവൽ എക്സാമുകൾ പ്രധാനമായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ, മോഡൽ സ്റ്റഡി പ്ലാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡി പ്ലാനിലെ 1 വീക്ക് നമ്മളുടെ പഠനങ്ങൾ കഴിഞ്ഞ് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും നമ്മൾ കുഞ്ഞ് ടെസ്റ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു. ശേഷം സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ വീക്കിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചേർത്ത് ഒരു എക്സാം നടത്തുകയും അതിൻ്റെ PDF നിങ്ങൾക്ക് ഓൾറെഡി ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ സാറ്റർഡേ ടെസ്റ്റിലെ ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ നടത്തി November 23rd. ആ ടെസ്റ്റിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് മുഴുവൻ കാണുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയായിട്ടാണ് അപ്രോച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അടുത്ത ആഴ്ചത്തെ സ്റ്റഡി പ്ലാനിന് വേണ്ടിയിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ത് ചെയ്യുക, അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾ അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ചത്തെ പഠന ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. ടെസ്റ്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലേക്കും ഇതുപോലെ പോകാം. നെക്സ്റ്റ് സൺഡേ അടുത്ത ഡിസ്കഷൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ ആഴ്ചത്തെ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് പ്രസ്താവനകളെന്ന് നോക്കൂ കൂട്ടുകാർ. ഓൾസോ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാകും, UPSC മോഡലിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ മാത്രം എന്ന തരത്തിൽ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ PSCയുടെ ഒരു പഴയ രീതി തന്നെ ഒന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മെയിൻസിലേക്ക് പോകുമ്പോൾ, ഞാനത് തൊട്ട് മുമ്പ് നടന്ന LSGIയുടെ മെയിൻസ് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതൊരു മോഡലായിട്ട് എടുക്കുകയാണെങ്കിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, PSC മോഡലും എന്താ പറയുക, UPSC മോഡലും 2 തരത്തിലും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസെപ്ച്വൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒരാളുടെ പേര്, ഒരു സ്ഥലം എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയിലേക്ക് എക്സാം മാറുന്നതും ഒന്ന് മനസ്സിലാക്കാനായിട്ട് കൂട്ടുകാരും ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻസിൽ നോക്കൂ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ചില സമയങ്ങളിൽ ഇത് എന്തായിരിക്കും, തെറ്റ് എന്നായിരിക്കും. സോ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ പോവുക. നോക്കൂ എന്തൊക്കെയാണ് നോക്കൂ. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിനേക്കാളും മുമ്പ്. ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ഇംഗ്ലീഷിൽ കൂടി വായിച്ച് മനസ്സിലാക്കാനുള്ള എന്തുണ്ടാക്കണം, ഒരു എബിലിറ്റി ഉണ്ടാക്കണം. അതായത് ഇംഗ്ലീഷ് മാത്രം പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എസ്പെഷ്യലി ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, എബിലിറ്റി. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ തന്ന അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പരിഗണിക്കുക എന്നവർ പ്രത്യേകം പറയുന്നത്. സോ മലയാളത്തിലുള്ള ചോദ്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ഇംഗ്ലീഷിലുള്ള ചോദ്യമായിരിക്കും അവർ എന്ത് ചെയ്യുക, നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? സോ ഡിഗ്രി ലെവൽ നല്ല പോസ്റ്റുകൾ നോക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ കൂടി ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി പതുക്കെ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും നമ്മൾ മലയാളത്തിലുള്ള ചോദ്യങ്ങളും അതിനുശേഷം എന്താണ് ഇടയ്ക്ക് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളും മിക്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നത്. ഇനി അങ്ങോട്ടുമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും അങ്ങനെ തന്നെയായിരിക്കും തരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. സോ പ്രസ്താവനകൾ നോക്കാം. നമുക്ക് ശരിയായവ തിരഞ്ഞെടുക്കണമല്ലോ. കേരളത്തിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. കാലം നിർണയിക്കാൻ കഴിയുന്ന, ഏത് കാലത്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും പുരാതനമായ ഗ്രന്ഥം വാർത്തികമാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പുരാതന കാലത്ത് ചൂർണിയാർ എന്നറിയപ്പെട്ടിരുന്നത് ചാലിയാർ ആയിരുന്നു എന്നും പറയുന്നു. നോക്കൂ, 2 സ്റ്റേറ്റ്മെന്റുകളാണ്, രണ്ടും ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഇവ അറിയുക തന്നെ വേണം. കേരളത്തിനെ പറ്റി പരാമർശിക്കുന്ന ഇവിടെ ഒരു ക്യാച്ച് എന്താണെന്ന് അറിയോ കൂട്ടുകാർക്ക്? ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ പലരും എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ തന്നു, ഐതരേയ ആരണ്യകം എന്ന് പറയുന്ന ഒരു പുസ്തകവുമായിട്ട് കൺഫ്യൂസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഐതരേയ ആരണ്യകം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ഗ്രന്ഥമുണ്ട്. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? ഇതിന്റെ പ്രത്യേകത ഐതരേയ ആരണ്യകമാണ് കേരളത്തിനെ പറ്റി പരാമർശമുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഐതരേയ ആരണ്യകത്തിന്റെ
കാലഗണന നമുക്കിപ്പോഴും ഉറപ്പില്ല, കാലം നിർണ്ണയിക്കാൻ നമുക്ക് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ പുരാതനമായ ഗ്രന്ഥവും കേരളത്തിനെ പറ്റി പരാമർശമുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ കാലം നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ഗ്രന്ഥം അത് വാർത്തികം തന്നെയാണ്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാർക്ക് മനസ്സിലായോ? ഐതരേയ ആരണ്യകം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, ഐതരേയ ആരണ്യകം. ഇതാണ് കേരളത്തിനെ കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥം. പക്ഷെ കാലം നിർണയിച്ചിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാർത്തികമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നമ്മൾ പലപ്പോഴും പല പല സ്ഥലങ്ങളെക്കുറിച്ചും അല്ലെ, നമ്മൾ അതിൽ 2-3 സ്ലൈഡുകൾ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ അത് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ, പഴയ പേരുകൾ. ഇപ്പൊ രാജവംശങ്ങളുടെ പഴയ പഴയ പേരുകളുണ്ട് അല്ലെ. ഇപ്പോൾ കൊട്ടാരക്കര രാജവംശത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സാമൂതിരിമാരുടെ കോഴിക്കോട് രാജവംശമാണ് അല്ലെ, നമ്മൾ നെടിയിരുപ്പ് സ്വരൂപം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല 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 പേരുകൾ പഠിച്ചു അല്ലെ, സ്വരൂപങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർത്ത എന്ന പേരുള്ള സ്ഥലങ്ങൾ അല്ലെ, പല ഇടങ്ങൾക്കും എന്താണ് വിവിധ പേരുകളുണ്ട് അല്ലെ. കരുനാഗപ്പള്ളിയുടെ പേര് അല്ലെ, അതുപോലെ തന്നെ നമ്മളുടെ അമ്പലപ്പുഴയുടെ പേര്, കായംകുളത്തിന്റെ പേര് അല്ലെ, പല പല പേരുകളിൽ നമ്മൾ എന്താണ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓടനാട് എന്ന് പറഞ്ഞിട്ടും മാർത്ത എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പൊ ഇത്തരത്തില് പണ്ടത്തെ പേരുകൾ എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ചൂർണിയാർ എന്ന പേരുള്ള നദി ഏത് എന്ന് പറയുന്നത്. ഏതാണ് ചൂർണിയാർ? അത് പെരിയാറാണ്. ഏതാണ്? പെരിയാറിനെയാണ് നമ്മൾ ചൂർണിയാർ എന്ന പേരിൽ പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഇനി എവിടെയാണ് ഈ ചൂർണിയാർ എന്ന് നിങ്ങൾക്ക് അറിയാമോ? അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഈ ചൂർണിയാർ എന്ന് പറയുന്ന പേര് നമുക്ക് അറിയുന്നത് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് കൗഡില്യന്റെ ഒരു പുരാതന ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കൗഡില്യനാണ് എന്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത്? പെരിയാറിനെ ചൂർണിയാർ എന്ന പേരിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇനി കാളിദാസന്റെ മറ്റൊരു രീതിയിലും ചോദ്യം വരാം അല്ലെ. കാളിദാസന്റെ കേരളത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശമുള്ള ഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? അത് രഘുവംശമാണ്. ഏതാണ്? രഘുവംശമാണ് കാളിദാസന്റെ കേരളത്തിനെ കുറിച്ച് പരാമർശമുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിക്കാനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏതായിട്ടാണ് വരിക? 1 മാത്രം ശരി, 2 തെറ്റാണ് അല്ലെ. അപ്പോൾ ഓൺലി 1 ഈസ് ട്രൂ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഴ്വാർ താഴെ തന്നിട്ടുള്ളതിൽ ഏത് വിഭാഗത്തിനെ സൂചിപ്പിക്കുന്നു? അപ്പൊ ആഴ്വാർ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഭാഗത്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദേവീ ഭക്തർ, വിഷ്ണു ഭക്തർ, ശിവഭക്തർ, ബ്രാഹ്മണ ഭക്തർ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ആഴ്വാർമാരും അതുപോലെ തന്നെ ഏതാണ് നായനാർമാരും അല്ലെ. ആഴ്വാർമാരും നായനാർമാരും 2 അല്ലെ, ഭക്തിപ്രസ്ഥാനത്തിന്റെ ഒരു കാലഘട്ടം ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിക്കാറുള്ള 2 പേരുകളാണ് ആഴ്വാർമാരും നായനാർമാരും അല്ലെ. ഇതിൽ ആഴ്വാർമാരായിരുന്നു? അവർ വിഷ്ണു ഭക്തരായിരുന്നു. നായനാർമാരായിരുന്നു? ശിവഭക്തരുമായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? വിഷ്ണു ഭക്തർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളും മറ്റും നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു എന്താ പറയുക ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ കുലശേഖര ആഴ്വാർ തുടങ്ങിയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കുക. സോ ആഴ്വാർ വിഷ്ണു ഭക്തർ എന്നുള്ള തലത്തിലേക്കാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതെല്ലാം ശരിയാണ്, അതിൽ ശരിയല്ലെങ്കിൽ ഏത് എന്നതാണ് ചോദിക്കുന്നത്. ബിഗ് ബാങ് തിയറി ഹാസ് ഹാപ്പൻഡ് 13.7 മില്യൺ ഇയേഴ്സ് എഗോ എന്ന് പറയുന്നു. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു ഭാഗം, ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുള്ളത് 13.7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയുന്നു. അടുത്ത എന്താണ്? ഫ്രെഡ് ഹോയൽ was the scientist who put forward Big Bang Theory. Big Bang Theory എന്ന് പറയുന്ന ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഫ്രെഡ് ഹോയൽ ആണ് എന്നും എന്ത് ചെയ്യുന്നു? പറയുന്നുണ്ട്. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? രണ്ടും നമ്മളുടെ ഒരു യൂണിവേഴ്സിന്റെ ഒറിജിൻ സ്റ്റോറീസുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് അല്ലെ. ഈ ആൻസർ എന്ന് പറയുന്നത് നൺ ഈസ് ട്രൂ എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ. രണ്ടും തെറ്റായ സ്റ്റേറ്റ്മെന്റുകളാണ്. എന്തൊക്കെയാണ്? ചെറിയ പ്രശ്നമേ ഉള്ളൂ അല്ലെ. ഇവിടെ 13.7 മില്യൺ അല്ല, പകരം എത്രയാണ്? 13.7 ബില്യൺ ആണ്. ഇറ്റ്സ് ബില്യൺ നോട്ട് മില്യൺ. മനസ്സിലാവുന്നുണ്ട്? 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബാങ് തിയറി സംഭവിച്ചതായിട്ട് കണക്കാക്കുന്നത്. ഇനി ഫ്രെഡ് ഹോയൽ അല്ല ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് അല്ലെ. ആരായിരുന്നു? ജോർജ് ലെമേറ്റർ ആയിരുന്നു. ആരായിരുന്നു?
GEOR ജോർജ്, ക്ഷമിക്കണം, LAMAITRE ലെമേറ്റർ, ജോർജ് ലെമേറ്റർ ആണ് ബിഗ് ബാങ് തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ഫ്രെഡ് ഹോയൽ എന്ത് തിയറിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഫ്രെഡ് ഹോയൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏത് തിയറിയാണ്? സ്റ്റഡി സ്റ്റേറ്റ് തിയറിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മുന്നോട്ടേക്ക് വെക്കുന്നത് അല്ലേ. അപ്പൊ എന്താ വ്യത്യാസം ഉണ്ടായിരുന്നത്? ജോർജ് ലാമേറ്റർ പറയുന്നു പണ്ടൊരു കാലത്ത് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ഡെൻസിറ്റി ഉള്ള, ഇൻഫിനിറ്റ്ലി എന്താ പറയുക, ഒരു എന്താ പറയുക, ഫിസിക്കൽ ലോസിനെ എല്ലാത്തിനെയും നിരാകരിക്കുന്ന ഒരു പോയിന്റ് എന്നുള്ള തലത്തിൽ അത്രയും ചെറിയ, ഈ പോയിന്റ് പോലും അല്ല, അത്രയും ചെറിയൊരു പോയിന്റിലായിരുന്നു എന്നും പിന്നീട് എന്ത് ചെയ്യുകയാണ്, അവിടെ നിന്നൊരു എക്സ്പാൻഷൻ നടന്നു, ഒരു വലിയ വിസ്ഫോടനം നടക്കുകയും പിന്നീട് അങ്ങോട്ട് എക്സ്പാൻഷൻ തുടങ്ങുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതാണ് ഒരു ബിഗ് ബാങ് എന്ന് പറയുന്ന മൊമെന്റ്. ഇതാണ് ബിഗ് ബാങ് തിയറി. ഇതിന് തെളിവായി പറയുന്നതാണ്, ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എന്താ പറയുക, ഗാലക്സികളും സ്റ്റാറുകളും എല്ലാം എന്താണ്, അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് വെച്ചത്. ഈ ഒരു തിയറി 1920 ആരാണ് തെളിയിക്കുന്നത് എക്സ്പെരിമെന്റലി? എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം ആകാശത്തേക്ക് ദൂരദർശിനികൾ വെച്ച് നിരീക്ഷിക്കുകയും ഇവയെല്ലാം പരസ്പരം അകന്നു പോവുക തന്നെയാണ് എന്ന് എഡ്വിൻ ഹബിളാണ് എന്ത് ചെയ്തത്, എക്സ്പെരിമെന്റിലൂടെ എന്ത് ചെയ്യുന്നത്, നിരീക്ഷിച്ചുകൊണ്ട് ഇത് തെളിയിക്കുന്നത്. ബിഗ് ബാങ് തിയറി എന്താണ് തെളിയിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? സോ ജോർജ് ലാമേറ്റർ മുന്നോട്ട് വെക്കുന്നു, 1920 എഡ്വിൻ ഹബിൾ ഇത് തെളിയിക്കുന്നു. ഹബിൾ ടെലസ്കോപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ഇദ്ദേഹത്തിന്റെ പേരിലാണ് അവിടേക്ക് അയച്ചിട്ടുള്ളത്. ബിഗ് ബാങ് തിയറി തുടങ്ങുന്നത് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് എന്ന കാര്യം കൂടി ചേർത്ത് ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യവും അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ഒരു 1 is true, 2 is true, both are ട്രൂ, നൺ ഈസ് ട്രൂ എന്ന് പറയുന്ന ഒരു രീതി UPSC എക്സാമുകളിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ട്രെൻഡാണ്, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ UPSC ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ചില വർഷങ്ങളിൽ എന്ത് ചെയ്യുന്ന രീതികൾ മാറുന്നുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, അതായത് UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഇനി സോൾവ് ചെയ്ത് തുടങ്ങണോ PSCക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതി മനസ്സിലാക്കലാണ് ആവശ്യം. UPSCക്ക് പഠിക്കുക എന്ന് വെച്ചാൽ അത് എൻറ്റയർലി വേറൊരു രീതിയാണത്, മനസ്സിലാവുന്നുണ്ടോ? അത് മുഴുവൻ കൺസെപ്ച്വലി മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് UPSC പ്രിലിംസ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരുമാതിരി എങ്ങനെയായിരുന്നു, PSCയുടെ മോഡലിലേക്ക് വന്നിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ, വളരെ ഡയറക്റ്റ് ചോദ്യങ്ങളും കൺസെപ്ച്വലുള്ള ചോദ്യങ്ങൾ സാധാരണ രീതിക്ക് ഇല്ലാത്തൊരു എക്സാം ആയിരുന്നു UPSC കഴിഞ്ഞ പ്രിലിംസിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ എക്സാമുകൾ അവരുടെ പാറ്റേണുകളും രീതികളൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പോർഷൻസ് നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ ഐഡിയ വളരെ കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് മോഡലിൽ പരീക്ഷ ഇട്ടാലും നമ്മളിതിന് റെഡി ആയിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും. ആണ്. കാരണം നോക്കൂ, നമുക്ക് ഏതൊരു മെത്തേഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും എങ്ങനെ ആൻസർ കണ്ടുപിടിക്കണമെന്നെങ്കിലും വി ഷുഡ് ബി തറോ വിത്ത് the facts. We should have the practice of doing more and more exams. കൂടുതൽ എക്സാമുകൾ ചെയ്യുക എന്നുള്ളതും കൂടുതലായിട്ട് റിവിഷൻ നടത്തുക എന്നുള്ളതും ഫാക്റ്റുകൾ കൃത്യമായി നമ്മളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുക എന്നതുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പരീക്ഷയിലുള്ള സർപ്രൈസുകൾ നമ്മളെ ഭയപ്പെടുത്തില്ല. അപ്പോൾ ആ കഠിനാധ്വാനമാണ് ഇതിനൊക്കെയുള്ള ആൻസർ. അല്ലാണ്ട് എന്താ എളുപ്പ വഴികൾ നോക്കാതിരിക്കുക, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പല എക്സാമുകളിലേക്ക് ചാടി കുറേ അധികം എന്താ പറയുക കൺഫ്യൂസ് ആക്കരുത് മനസ്സ്. എന്ത് ചെയ്യുക, ഉറച്ചു നിൽക്കുക, കൃത്യമായിട്ട് പഠിക്കുക, നോട്ടുകൾ ഉണ്ടാക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുക, ടെൻഷൻ വേണ്ട. ഓക്കെ ആണല്ലോ. കാരണം കുറേ അധികം ചോദ്യങ്ങൾ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. റിലാക്സ്ഡ് ആവുക, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എക്സാമുകൾ നോക്കുകയാണെന്നെങ്കിലും എന്താണ്, ഏതൊരു ചോദ്യം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ കയ്യിൽ ആ അറിവ് വേണം, മനസ്സിലാവുന്നുണ്ടോ? അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമുകൾ എന്ത് ചെയ്യുക, കൂടുതൽ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. നോക്കൂ എന്തൊക്കെയാണ് ഇതിൽ താഴെ തന്നിട്ടുള്ളതിലെ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ജിയോസെൻട്രിക് തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ടോളമി എന്നുള്ളത്. ടോളമിയാണ് ജിയോസെൻട്രിക് തിയറി മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നു. ജിയോസെൻട്രിക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജിയോ ഈസ് റെഫറൻസ് ടു വാട്ട്, എർത്ത് അല്ലെ. അപ്പൊ എർത്ത് സെൻട്രിക് തിയറി എന്നാണ് അർത്ഥം അല്ലെ. എർത്ത് നടുവിലാണ് എന്ന് പറഞ്ഞ തിയറി ടോളമി മുന്നോട്ട് വെച്ചു എന്നാണ് പറയുന്നത്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എന്താണ്? ഹീലിയോസെൻട്രിക് തിയറി. സൂര്യൻ, ഹീലിയോ റെഫേഴ്സ് ടു വാട്ട്, സൺ അല്ലെ. അപ്പൊ സൺ സെൻട്രിക് ആയിട്ടുള്ള, സൂര്യനാണ് നടുവിൽ എന്ന് പറയുന്ന തിയറി പുട്ട് ഫോർവേഡ് ബൈ കോപ്പർനിക്കസ് എന്നും പറയുന്നു. ശരിയാണോ? ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ്? ബോത്ത് ആർ ട്രൂ എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി എന്താണ് ഇതിന്റെ കഥ? ടോളമിയാണ് ആദ്യം എന്ത് പറയുന്നത്, ഒരു തിയറി പറയുകയാണ് ഭൂമി നടുവിലാണ്, ബാക്കി എല്ലാവരും ചന്ദ്രൻ, സൂര്യൻ, വ്യാഴം അല്ലെ, യുറാനസ്, നെപ്റ്റ്യൂൺ എല്ലാവരും, നക്ഷത്രങ്ങളും ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ എല്ലാം എന്താണ്,
ഭൂമിയെ ചുറ്റുകയാണ് എന്നാണ് ആര് പറയുന്നത്? ടോളമി പറയുന്നത്. അന്നത്തെ കാലത്ത് അദ്ദേഹം മുകളിലോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ട് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല അല്ലെ. അപ്പൊ ടോളമി ഇങ്ങനെ പറയുകയാണ്, എന്ത്? എല്ലാവരും ഭൂമിയെ ചുറ്റാണ്. ആൻഡ് ഈ ഒരു രീതി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ചർച്ച ആയിരുന്നല്ലോ. ആ സമയത്ത് റെനേസൻസ് പീരീഡ് ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ചർച്ചിന്റെ ഒരു അധികാരമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ചർച്ചിനും ഇത് സ്വീകാര്യമായിരുന്നു. എന്തുകൊണ്ടാണ്? ഭൂമി നടുവിലുണ്ട്. ഞാൻ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരം പറയാറുള്ളതാണ്, RRB SSC ക്ലാസ്സുകളിലൊക്കെ അല്ലെ. അപ്പൊ ചുറ്റും എന്ത് നടക്കുന്നു? ഇതാ ഓരോരുത്തർ പോകുന്നു, ഭൂമി എന്ന് പറയുന്ന നടക്കാണ്. അപ്പൊ ദൈവത്തിന്റെ എന്താണ്? നമ്മളൊരു പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അതിൽ വരുന്നുണ്ട്. പിന്നെന്താണ്? ഇതിനെല്ലാത്തിനും അപ്പുറത്ത് എന്താണെന്ന് ചോദ്യം വരും അല്ലെ. അപ്പൊ ശരി, നക്ഷത്രങ്ങൾ, ഇതിന്റെ അപ്പുറത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അന്ന് ഇവർക്ക് ആൻസർ. അപ്പൊ എന്ത് ചെയ്തു? ചർച്ചന് കൃത്യമായിട്ട് പറയാം, ഇതിന്റെ പുറത്താണ് എന്ത് കിടക്കുന്നത്? ഹെവൻ, സ്വർഗം കിടക്കുന്നത് എവിടെയാണ്? ഇതിന്റെ അപ്പുറത്താണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പൊ ഈ രീതിയിൽ എന്തായിരുന്നു? ചർച്ച് ഓൾസോ വാസ് റെഡി ടു അക്സെപ്റ്റ് ദിസ് പെർട്ടിക്കുലർ തിയറി. അപ്പൊ ടോളമിയുടെ ജിയോസെൻട്രിക് തിയറി എന്ത് ചെയ്തു? സ്വീകരിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മാത്രം പ്രത്യേകതയുള്ള ഏതോ ഒരാൾക്കാരാണ് നമ്മൾ എന്നതായിരുന്നു അന്നത്തെ ഒരു വിശ്വാസം. അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? കോപ്പർനിക്കസ്, നിക്കോളാസ് കോപ്പർനിക്കസ് വരുന്നത്. ഇദ്ദേഹം ഒരു പോളിഷ് ശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹം മാത്തമാറ്റിക്കലിയും മറ്റും ഇത് ചെയ്യുകയാണ്, കാര്യങ്ങൾ നോക്കുകയാണ്, ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതകൾ നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം അവസാനം പറയുകയാണ്, നമ്മൾ മാത്രം അങ്ങനെ ആവാൻ സാധ്യതയില്ല. മൊത്തത്തിൽ ഇദ്ദേഹം പറയുകയാണ് നോക്കിയിട്ട്, എന്താണ്? ഹീലിയോ സെൻട്രിക് ആണ് എന്തെന്ന് പറയുന്നത്? സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. സോ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഹീലിയോ സെൻട്രിക് ആണ്. സൂര്യനാണ് നടുവില്, സൂര്യന്റെ ചുറ്റുമാണ് നമ്മൾ കറങ്ങുന്നത് എന്ന് കോപ്പർനിക്കസ് പറയുന്നു. ഇത് അവിടുത്തെ ആർക്കും സ്വീകാര്യമാകുന്നില്ല. ഇതിനെ തുടർന്ന് പല പല കഥകളുണ്ട്. കോപ്പർനിക്കസിനെ നാട് കടത്തിയെന്ന കഥയുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള കഥ എന്ന് പറഞ്ഞാൽ കോപ്പർനിക്കസിന് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തോട് മാപ്പ് പറയാൻ പറയുകയാണ്. ഞാൻ തെറ്റാണ് പറഞ്ഞത് എന്നും മാപ്പ് പറയാൻ പറയുകയും, കോപ്പർനിക്കസ് പക്ഷേ ഞാൻ സയൻസിലൂടെ തിരിച്ചറിഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാപ്പ് പറയില്ലെന്ന് പറയുകയും ഇദ്ദേഹത്തിനെ ജീവനോടുകൂടി ചുട്ട്, അന്നത്തെ ശിക്ഷ വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബ്ലാസ്ഫമി എന്ന് പറയില്ലേ നമ്മൾ, എന്താണ്? മതനിന്ദ എന്ന് പറയില്ലേ, അത് ആ രീതിക്കുള്ള ശിക്ഷ എന്തായിരുന്നു? ജീവനോടുകൂടി ഒരു തൂണിൽ കെട്ടിയിടും. മനസ്സിലാവുന്നുണ്ട്? ഒരാളെ എന്ത് ചെയ്യും? ജീവനോട് കൂടിയിട്ട് ഒരു തൂണിൽ കെട്ടിയിടുകയും അടിയിൽ വിറക് വെച്ചിട്ട് എന്ത് ചെയ്യും? കത്തിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ രീതിയിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കഥ ഉള്ളത്. അപ്പം എന്താണെങ്കിലും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ് എന്ന കാര്യം കൂട്ടുകാരെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. The 10th session of the Constituent Assembly took place during which of the following period? താഴെ തന്നിട്ടുള്ളവയിലെ ഏത് പീരിയഡിലാണ്, ഏത് സമയത്താണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ 10ാമത് സെഷൻ നടന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് PSCയുടെ എന്ന് പ്രത്യേകം പറയുകയാണ്. PSCയുടെ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. PSCയുടെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കൂ, ഞാനിവിടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരാം. ഓക്കെ, എപ്പോഴൊക്കെയാണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ 11 സെഷനുകളാണ് ടോട്ടലി ഉണ്ടായിരുന്നത്. എത്രയാണ്? 11 സെഷൻ. ഈ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടെങ്കിലും പറ്റും. കാരണം എന്താ? നമുക്കൊരു കാര്യം വളരെ നന്നായിട്ട് അറിയാം അല്ലേ. നവംബർ 949 26 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 11ാമത്തെ സെഷൻ കൂടിയിട്ടുണ്ട്. കാരണം എന്താ? 11th സമ്മേളനത്തിൽ നവംബർ 26, 1949 നമ്മൾ ഭരണഘടന എന്ത് ചെയ്യുന്നത്? നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഈ ഡേറ്റ് അല്ലേ ആകെ കൂടി ഭരണഘടനയിലുള്ള ഒരേ ഒരു ഡേറ്റ് എന്ന് വെച്ച് നമ്മൾ പഠിക്കുന്നത്. നമ്മളുടെ പ്രിയാമ്പിളിലുള്ള ഒരേ ഒരു ഡേറ്റ് എന്ന് വെച്ച് നമ്മൾ പറയുന്നത് ഭരണഘടനയിൽ ഒന്നാകെ ഒരു ഡേറ്റേ ഉള്ളൂ. അതെന്താണ്? 26 November 1949 എന്ന് പറയുന്ന ഈ ഡേറ്റ് ആണ്. അപ്പൊ ഇതല്ല എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഒരു ഡേറ്റിന് തൊട്ട് മുമ്പുള്ള ഒരു ഡേറ്റ് എന്താവാൻ സാധ്യതയുള്ളൂ? ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഏത് ആൻസറിലേക്ക് വരാൻ സാധിക്കുമല്ല, ഇവിടെ തന്നെ ആൻസറിലേക്ക് വരാൻ ഏതാണ്ട് സാധിക്കും. നവംബറിന് തൊട്ട് മുമ്പുള്ള ഇതിൽ ഡേറ്റ് ഏതാണ്? ഒക്ടോബർ മാത്രമാണ്. അന്നത്തെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഇത്രയും കൺഫ്യൂസിങ് ആയിരുന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നു 47, 48 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 47, 48 നമുക്ക് അപ്പം തന്നെ കളയാൻ പറ്റുമായിരുന്നു. 10 ആ സമയത്തൊന്നും അല്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. മനസ്സിലാവുന്നത്? കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഞാനിവിടെ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് 8, 9, 10, 11 എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഓർഡറിൽ എന്താണ് ഓരോ ഭാഗത്തു നിന്ന് എടുത്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ എവിടേക്കാ? 8ാമത്തെ എവിടെയാ നോക്കൂ? 16 മെയ് ടു 16 ജൂൺ 1949. 1949 ആകെ 5 സെഷൻ നടന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? 48 നവംബറിൽ തുടങ്ങിയിട്ട് ജനുവരി 8 വരെയുള്ള ഒരു 7ാമത്തെ സെഷൻ, 8, 9, 10ാമത്തെ സെഷനാണ് ചോദ്യം. 6 to 17 ഒക്ടോബർ 1949. ലാസ്റ്റ് സെഷൻ 26 നവംബർ 1949 ചെയ്യുകയാണ്, അവസാനിക്കുകയും ചെയ്യുകയാണ്. ഇതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെല്ലാവരും കൂടി 1950 ജനുവരി 24 ഒന്നുകൂടി കൂടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ.
ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യുകയാണ്, സൈൻ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സൈൻ ചെയ്യാനായിട്ട് 950 ജനുവരി 24 എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി എല്ലാവരും ഒന്നിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യുക, നേരത്തെ ഒരു ചോദ്യം വന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവുക. ഇതെല്ലാവരും കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലാണ്ട് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് എന്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഇത് മുഴുവൻ കാണാതെ ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. 48 നോക്കൂ നിങ്ങൾ, 27 ജനുവരിയിൽ ഒരെണ്ണം കഴിഞ്ഞ് പിന്നെ എന്താണ്, നവംബർ മുതൽ പിന്നെ നവംബർ ഡിസംബർ മൊത്തത്തിൽ അല്ലെ ഇരിക്കണം. അത് ആ കൊല്ലത്തിൻ്റെ വേറെ ഒറ്റ സമ്മേളനം നടന്നിട്ടില്ല. നവംബർ 4 തുടങ്ങിയിട്ട് 48 പിന്നെ എന്താണ്, അത് അടുത്ത വർഷം ജനുവരി 8 വരെ തുടരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്ന് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 10ാമത്തെ സെഷൻ 6 to 17 ഒക്ടോബർ 1949 എന്നുള്ളതാണ്. 11ാമത്തേത് 14 to 26 നവംബർ 1949 ആണ് നടന്നത് എന്നും ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ നമ്മൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിക്കണം. 9 to 23 9 to 23 എന്ത് ചെയ്യുന്നത്, ഇത് നടക്കുന്നത് അല്ലെ. ഇതിൽ ഡിസംബർ 13 എന്ത് നീക്കുന്നത്, ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെ. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നീക്കുന്നതെന്നാണ്, ഡിസംബർ 13 അല്ലെ. ഇതൊക്കെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ എന്താണ് എന്നുള്ളത്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ആസ് ദേ ഹാഡ് ടേക്കൻ പ്ലേസ്. സംഭവിച്ചതിൽ അസെൻഡിങ് ഓർഡറിൽ, അപ്പോൾ ഏറ്റവും ആദ്യം നടന്നത് ആദ്യം, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്, അങ്ങനത്തെ ഓർഡറിൽ എന്ത് ചെയ്യണം, ഇതിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് കിടക്കുന്നത് നോക്കൂ. ആദ്യം ഇതിൽ നടന്നത് ഏതായിരിക്കും, ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ഏതാണ്ട് ഇലക്ഷൻ ഓഫ് രാജേന്ദ്ര പ്രസാദ് ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത്. കോമൺവെൽത്ത് മെമ്പർഷിപ്പ്, അഡോപ്ഷൻ ഓഫ് നാഷണൽ ഫ്ലാഗ്, കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട്. ലോജിക്കലി ആലോചിച്ച് നമുക്ക് മനസ്സിലാവും അല്ലേ, എന്താണ് ആലോചിക്കാനുള്ള കാര്യം. നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ കൊടി ഉയർത്താൻ പറ്റിയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ 1947 എന്ത് നടന്നിട്ടുണ്ട്, അഡോപ്ഷൻ ഓഫ് നാഷണൽ ഫ്ലാഗ് നടന്നിട്ടുണ്ട്. ഇത് ശരിക്കും നടന്നിട്ടുള്ള ഡേറ്റ് ഏതാ അറിയോ? 1947 ജൂലൈ 22 അല്ലേ. അത് മനസ്സിലാക്കാൻ കൂട്ടുകാർക്ക് കഴിയും, അതൊന്ന് ഓർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടാണെന്നൊരു ലോജിക്കലി ആലോചിക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഓപ്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് സി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എയും കൊടുത്തിട്ടുണ്ട്, ബിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ ഓഫ് രാജേന്ദ്ര പ്രസാദ് ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഉണ്ട്, കോമൺവെൽത്ത് മെമ്പർഷിപ്പും ഉണ്ട്. ഇത് അറിയേണ്ടതാണ്, അറിയുകയാണെങ്കിലാണ് ചെയ്യാനായിട്ട് സാധിക്കുക. കോമൺവെൽത്ത് മെമ്പർഷിപ്പ് 1949 മെയ്യിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ കോമൺവെൽത്തിൽ ആവശ്യമുണ്ടോ എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, കോമൺവെൽത്ത് മെമ്പർഷിപ്പ് നമ്മളുടെ അതേപോലത്തെ സാഹചര്യത്തിലുള്ള പല പല രാജ്യങ്ങൾ കൂടി ആ കോമൺവെൽത്തിൽ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ നമ്മളുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും അവരും ഫേസ് ചെയ്യും. സോ നമുക്ക് ഒരുമിച്ച് ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുകയും കോമൺവെൽത്തിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ സി കഴിഞ്ഞാൽ ബി ആണെന്ന് മനസ്സിലാക്കി നമ്മൾ ഏതാണ്, CBAD എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ എഴുതുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഇനി സിയും എയും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് വിചാരിക്കും അല്ലെ. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. സിയും എയും തമ്മിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു എന്ന് കൂട്ടുകാർ വിചാരിക്കുക. ഓക്കെ, സിയും എയും തമ്മിൽ എന്ത് ചെയ്യുകയാണ്, ഇത് രണ്ടും തമ്മിൽ നമ്മളുടെ ബിയും എയും തമ്മിൽ എന്താണ്, ഒരു ഇഷ്യൂ വന്നു എന്ന് വിചാരിക്കും കൂട്ടുകാർ. ഏതാണ്ട് ഒരു ഇഷ്യൂ വന്നു വിചാരിക്കും. ഒരു കാര്യം നമുക്കറിയാം അല്ലേ, എന്താണ്, രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് എപ്പോഴാണ്, നമ്മൾ റിപ്പബ്ലിക് ആവണം അല്ലേ. നമ്മൾ റിപ്പബ്ലിക് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് തൊട്ട് മുമ്പ് നമുക്കൊരു പ്രസിഡന്റ് വേണം. റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ട്. എന്താ റിപ്പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ടഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇതൊരിക്കലും ചോദിച്ചിട്ടുണ്ട് PSCക്ക് തന്നെ, സ്റ്റേറ്റ്മെന്റിൽ തന്നെ എന്താണ്, ഇത് പലപ്പോഴും പരിശോധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമോ എന്ന്. ഇലക്ടഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഇലക്ടഡ് ആയിട്ടുള്ള ആളായിരിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കണം. ഇപ്പോൾ ബ്രിട്ടനിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ മൊണാർക്കിയാണ്. അവിടെ ആരാണ്, അവിടെ മൊണാർക്കി രീതിയാണ്. എന്താ മൊണാർക്കി, അവിടെ ഡെമോക്രസി ഉണ്ട് അല്ലേ. അവിടെ എന്തുണ്ട്, ഡെമോക്രസി ഉണ്ട്, പക്ഷെ മൊണാർക്കിയാണ് അല്ലേ. ഡെമോക്രസി വിത്ത് മൊണാർക്കി. എന്താണ്, ഒരാൾ എന്ത് ചെയ്യുന്നു, രാജ്ഞിയായിരിക്കുന്നു അല്ലെങ്കിൽ രാജാവായിരിക്കുന്നു. ആ ആളുടെ എന്താ പറയുക, അനന്തരാവകാശിയാണ് അടുത്ത രാജാവ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ദ്രൗപദി മുർമു ഉണ്ട്, ദ്രൗപദി മുർമുവിന്റെ മകനോ മകളോ ആയിരിക്കും അടുത്ത പ്രസിഡന്റ്. അല്ല, ഇവിടെ എങ്ങനെയാണ്, ഇലക്ടഡ് ആണ്. ഇങ്ങനെ ഇലക്ടഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഉള്ള സ്ഥലങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് നമ്മൾ പറയാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഡി എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട്.
കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നു അല്ലെ, ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ് നമ്മൾ അല്ലെ. 26-നല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, ഇറ്റ് കെയിം ഇൻ ടു എഫക്ട് ഓൺ 26 അല്ലെ, 1950 ജനുവരി 26-നാണ് എന്ത് ചെയ്യുന്നത്, ഭരണഘടന നിലവിൽ വരുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. 1950 ജനുവരി 26-നാണ്. അപ്പൊ ഇതിന് ഡിക്ക് തൊട്ട് മുമ്പ് എന്ത് നടക്കണം, പ്രസിഡന്റ് നടക്കണം അല്ലെ. അപ്പൊ അവസാനം നടന്ന ഏതായിരിക്കും, ഡി ആയിരിക്കും. സോ ഡി ആണ് അവസാനം നടന്നത് എന്ന് മനസ്സിലാക്കിയാലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത സ്ഥലത്ത് നിന്നും നമുക്ക് ഒരു ഇന്റലിജന്റ് ഗസ് നടത്താനായിട്ടുള്ള രീതികൾ ഇങ്ങനെയാണ് എന്ന് കൂട്ടുകാരോടൊന്ന് പറഞ്ഞ് തന്നതാണ്. UPSC മോഡലിലൊക്കെയുള്ള എന്താ പറയുക, ആളുകൾ ചെയ്യുന്ന രീതികളാണ്. ഒന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെയും നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ, അതായത് നിങ്ങളൊന്ന് ചില എക്സാമുകൾ എന്ത് ചെയ്യുകയാണ്, കുറേ അധികം എന്തായിരിക്കും സാധാരണ രീതിയിലുള്ള PSC ക്വസ്റ്റിനുകൾ ധാരാളം ഉണ്ടാകും ഒരു എക്സാമിൽ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ചിലപ്പോൾ ഒരു 20 ക്വസ്റ്റിനോളം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഇങ്ങനെയുള്ള കൊടുക്കുന്ന രീതിയിലുള്ള ചില ക്വസ്റ്റിനുകൾ എന്ത് ചെയ്യും, ഒരു 20 എണ്ണോളം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ബാക്കി 80 ക്വസ്റ്റ്യൻസ് അപ്പുറത്ത് കിടക്കുന്നുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ നല്ലപോലെ സ്കോർ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, കയറിപ്പോകാൻ സാധിക്കും. പക്ഷെ ചില എക്സാമുകൾ ടൈറ്റ് ആവുന്ന സമയത്ത്, ഇതിലെ കുറേ ഫാക്ടുകൾ നിങ്ങൾക്ക് അറിയില്ല, വളരെ ടൈറ്റ് ആക്കുന്ന എക്സാമുകൾ ഉണ്ടെങ്കിൽ ഈ 20 സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ക്വസ്റ്റിനുകളിലേക്ക് നിങ്ങൾ തീർച്ചയായും പോകണം. പേടിച്ച് പോകാതിരിക്കരുത്. കാരണം പലതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് 1-2 സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് അതിൽ പലതും എലിമിനേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ അവയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. കൃത്യമാണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ അങ്ങനെ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വാസ് ചെയർഡ് ബൈ. ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു? സർദാർ പട്ടേൽ ആയിരുന്നു അല്ലെ. ഇതിൽ മേജർ കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പൊളിറ്റി പഠിപ്പിക്കുന്ന ഏതൊരാളും പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണത്, മേജർ കമ്മിറ്റികളെ കുറിച്ച് അല്ലെ. അതിലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവും പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു? സർദാർ പട്ടേലുമായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്ന് പ്രത്യേകം ആലോചിക്കാൻ ശ്രദ്ധിക്കുക. തുടർച്ചയായി ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റേറ്റ്സ് കമ്മിറ്റിയാണ്. പലപ്പോഴും സ്റ്റേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ സ്റ്റേറ്റുകൾ എന്ന് വെച്ചാൽ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ അത് സർദാർ പട്ടേലിന്റെ കീഴിലായിരിക്കും എന്ന രീതിയിൽ തോന്നും. പക്ഷെ സ്റ്റേറ്റ്സ് കമ്മിറ്റി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു നയിച്ചിരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്തൊക്കെയായിരുന്നു? അദ്ദേഹം എന്തായിരുന്നു? പ്രസിഡന്റ് എന്നുള്ള തലമാണ് വരുന്നത് അല്ലെ. അപ്പൊ പ്രസിഡന്റ് എന്ന തലത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഹൗസിനെ നിയന്ത്രിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ അദ്ദേഹം നോക്കേണ്ടതുണ്ട് അല്ലെ. ആ സഭയെ സ്റ്റീർ ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ചെയ്തിരുന്നത് അല്ലെ. അതുപോലെ തന്നെ പിന്നെ എന്താണ്, പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഇത് ആരുടേതാണ്? സർദാർ പട്ടേലിൻ്റെത് ആയിരുന്നു. ഇത് പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. സർദാർ പട്ടേലാണ് ഫാദർ ഓഫ് ഇന്ത്യയുടെ എന്താണ്, ഫാദർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. ഇന്ത്യൻ എന്താ പറയുക, ഫാദർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ പട്ടേലാണ്. കാരണം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രമേയം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുകയും പാസ്സാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സോ മേജർ കമ്മിറ്റീസുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഓർത്തു വെക്കുക. നമ്മുടെ ചോദ്യം എന്തിനെ കുറിച്ചായിരുന്നു? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നായിരുന്നു. അത് സർദാർ പട്ടേലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതാണ്, ബാക്കി കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം. ഐന്തിണകളിൽ പാലൈ തിണയിൽ വസിച്ചിരുന്നവരുടെ ആരാധനാമൂർത്തി ആരായിരുന്നു? ഇതിനു മുമ്പ് 2 കൊല്ലം മുമ്പ് വന്നിട്ടുള്ള ഒരു ഇതുപോലത്തെ ഡിഗ്രി ലെവൽ എക്സാമിൽ ഈ രീതിയിൽ 5 തിണകൾ തന്നിട്ട് അവയുമായി ബന്ധപ്പെട്ട ആരാധനാമൂർത്തി, അവിടെ വസിച്ച ആളുകൾ ആര് എന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വന്നിരുന്നു. 3-4 തന്നിട്ട് തമ്മിൽ കൃത്യമായി കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഇത് ഏത് ഭാഗത്താണ് ഈ ചോദ്യം വരുന്നത്? നമ്മളുടെ ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് അല്ലേ, ചരിത്ര രേഖകൾ പഠിക്കാനുണ്ട്. അതിൽ തമിഴ് ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട്. ആ തമിഴ് ലിറ്റററി സോഴ്സസിൽ നമ്മുടെ സംഘകാലഘട്ടത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഇങ്ങോട്ടുള്ള പുസ്തകങ്ങളിൽ നമ്മൾ ഐന്തിണകൾ, അതായത് അവിടുത്തെ ഭൂമിയെ തമിഴ് എന്താ പറയുക, തമിഴ് നാടിലെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക ഭൂമികളെ തിണകളായിട്ട്, ഓരോ തിണകളായിട്ട് എന്ത് ചെയ്തിരുന്നു, തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭൂമിയുടെ സ്വഭാവം, അത് ഊഷര ഭൂമിയാണോ ഊർവര ഭൂമിയാണോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു, അതിനെ പല പല തിണകളായിട്ട് അവയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ തിണകളിൽ വസിച്ച ആളുകൾ പ്രത്യേക ജോലികൾ ചെയ്തു. ആ ആളുകൾക്ക് പ്രത്യേക ആരാധനാമൂർത്തികൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ ഐന്തിണകളിലെ, ഐന്തിണ എന്ന് വെച്ചാൽ എത്രയാണ്? 5 തിണകൾ. 5 തിണകളെയാണ് ഐന്തിണകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഒരു എന്താ പറയുക
തിണയാണ് പാലൈ എന്ന് പറയുന്ന തിണ. ഈ പാലൈ എന്ന് പറയുന്ന തിണയിൽ വസിച്ചിരുന്നവരുടെ ആരാധനാമൂർത്തി ആരാണ് എന്നതാണ് ചോദ്യം വരുന്നത്. പല തവണയായിട്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഭാഗമാണിത്. ആൻസർ ഏതാണെന്ന് അറിയോ കൂട്ടുകാർക്ക്? കൊറ്റവയാണ് ആൻസർ. ഏതാണ്? കൊറ്റവയാണ് ആൻസർ. നമ്മളുടെ ക്ലാസ്സിൽ വളരെ വിശദമായി 5 തിണകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 തിണകൾ ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ഞാനൊരു ക്ലാസ് എടുക്കുന്ന പോലെ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മുഴുവൻ പറയാനായിട്ട് മടിച്ചത്. കുറിഞ്ചി അല്ലെ, കുറിഞ്ചി ഒരു തിണയായിരുന്നു. അടുത്ത തിണ ഏതായിരുന്നു? മുല്ലൈ. മുല്ലൈ രണ്ടാമത്തെ തിണ അല്ലെ. പിന്നെ ഏതായിരുന്നു? പാലൈ അല്ലെ. പാലൈ ഏതായിരുന്നു? അടുത്ത ഒരു തിണയായിരുന്നു. പിന്നെയുള്ള തിണ ഏതായിരുന്നു ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? മരുതം അല്ലെ. മരുതം ഏതായിരുന്നു? അടുത്ത ഒരു തിണയായിരുന്നു. പിന്നെയുള്ളൊരു തിണ ഏതായിരുന്നു ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? അടുത്തൊരു തിണ ഏതായിരുന്നു എന്ന് കൂട്ടുകാർക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? മരുതം കഴിഞ്ഞു കഴിഞ്ഞാൽ എനി ഗസ്? നെയ്തൽ. ഏതാണ്? നെയ്തൽ അല്ലെ. ഇവ ഓരോന്നും എന്താണ്? ഓരോരോ സ്വഭാവങ്ങളുള്ള തിണകളാണ്. ഇപ്പോ കുറിഞ്ചി എന്ന് വെച്ചാൽ ഏതാണ്? പർവ്വതങ്ങള് അതുപോലെ തന്നെ ഏതാണ്? നമ്മളുടെ ഒരു പർവ്വതങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളാണ് കുറിഞ്ചി. മുല്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാലോ വനം അല്ലെങ്കിൽ എന്താ പറയുക പുൽമേടുകൾ. ഇതാണ് എവിടെ? മുല്ലൈ. പാലൈ എന്ന് വെച്ച് കഴിഞ്ഞാലോ വരണ്ട ഭൂമി, പാഴ്ഭൂമി എന്ന് ആലോചിച്ച് പാലൈ പാഴ്ഭൂമി എന്ന് ആലോചിച്ചാലും മതി. വരണ്ട ഭൂമി, പാഴ്ഭൂമിയാണ്. മരുതമാണ് ഏതിന് ഉപയോഗിക്കുന്നത്? കൃഷിക്ക് ഉപയോഗിക്കുന്ന ഭൂമി, കൃഷിഭൂമി. നൈതലാണെങ്കിലോ അത് തീരപ്രദേശമാണ്. മനസ്സിലാവുന്നുണ്ടോ? തീരപ്രദേശമാണ്. ഇനി ഇവിടെ ഓരോ സ്ഥലത്തും വസിക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഈ കുറിഞ്ചിയിൽ വസിക്കുന്ന ആളുകളാണ് ഇത് കാനവർ, വേടർ എന്നൊക്കെ പറയും അല്ലെ. പർവ്വതം അല്ലെ. നമ്മൾ പഴനി മല കേട്ടിട്ടില്ലേ? മുരുകൻ, ചേയോൻ എന്നൊക്കെ പറയുന്ന ദേവതയാണ് അവിടുത്തെ ആരാധനാമൂർത്തി ഉണ്ടായിരുന്നത്. മുല്ലൈ എന്ന് പറയുന്ന സ്ഥലത്ത് അത് വനം, പുൽമേടാണ്. ഇവിടെയുള്ളവർ ഇടയന്മാരായിരുന്നു അല്ലെ. ഇടയന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇടയന്മാരുടെ നേതാവാര? കൃഷ്ണൻ അല്ലെ. കൃഷ്ണനെ അന്ന് അറിയപ്പെട്ടിരുന്ന പേര് ഏതായിരുന്നു? മായോൻ. മായ കാട്ടുന്നവൻ, മായോൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. പാലയിലുള്ളവരാ വരണ്ട ഭൂമിയാ. അപ്പൊ അവിടെയുള്ള ആളുകൾ ആരായിരുന്നു അറിയോ? അവിടെയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അവർ മറവറായിട്ട് മാറി. അല്ലെങ്കിൽ ആരാണ് മറവർ? അല്ലെങ്കിൽ കള്ളന്മാർ എന്നുള്ള രീതിയിൽ എന്താണ് അവരെ വിളിച്ചിരുന്നു. ഇവരുടെ ദേവതയായിരുന്നു കൊറ്റവൈ എന്ന് പറയുന്ന ദേവത ഉണ്ടായിരുന്നു. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? മരുതം എന്തായിരുന്നു? കൃഷിഭൂമി. അവിടെയുള്ളവരായിരുന്നു ഉഴുന്നവന്മാര് അല്ലെ. അപ്പൊ ഉഴുവർ, തൊഴുവർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവരുടെ ദേവതയായിരുന്നു മഴയുടെ ദേവത അല്ലെ. കൃഷി ചെയ്യുന്നവർക്ക് മഴയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ. ഏത് പേരിൽ അറിയപ്പെട്ടു? വേന്തൻ എന്ന പേരിലാണ് ഇവിടെ ദേവത. വേന്തൻ ആരാണ്? ഇന്ദ്രൻ അല്ലെ. മഴയുടെ ഇടിമിന്നലിന്റെ ദേവതയായിട്ടുള്ള ഇന്ദ്രൻ അല്ലെ. നൈതൽ തീരപ്രദേശമാണ്. അവിടെയുള്ളവർ മീനവർ. ഇതാണ് തീരപ്രദേശത്തുള്ള ഒരു മീനവർ എന്ന പേരിൽ അറിയപ്പെട്ടു. വലയർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഉപ്പവർ, ഉപ്പുണ്ടാക്കുന്ന ആളുകളല്ലേ, ഉപ്പവർ എന്ന പേരിൽ അറിയപ്പെട്ടു. അതുപോലെ തന്നെ പരതവർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ പേരിലൊക്കെ എന്താണ്? നൈതൽ തീരപ്രദേശത്തുള്ളവർ അറിയപ്പെട്ടു. ഇവരുടെ ദേവനാരായിരുന്നു? കടലോൻ അല്ലെങ്കിൽ ആരാണ്? വരുണൻ. മനസ്സിലാവുന്നുണ്ടോ? വരുണനായിരുന്നു ഇവരുടെ ദേവൻ. അപ്പൊ ഈ രീതിയിൽ 5 തിണകളും ആ പ്രദേശങ്ങൾ, ഓരോ പ്രദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും അവിടെ ഉള്ള ആളുകളുടെ പേരുകൾ എന്തായിരുന്നു എന്നുള്ളതും അവിടുത്തെ ആരാധനാമൂർത്തികൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതും പ്രത്യേകം ആലോചിക്കാനായിട്ട് കൂട്ടുകാര് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ പാലയില് കൊറ്റവയായിരുന്നു അവരുടെ ആരാധനാമൂർത്തി. കൊറ്റവൈ പല തവണയായിട്ട് ചോദ്യം വന്നിട്ടുള്ളതാണ് PSCയിൽ കൊറ്റവയെ കുറിച്ചിട്ടുള്ള ചോദ്യം. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ടാണ് ചോദിക്കുന്നത്. നോട്ട് പാർട്ട് ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. താഴെ തന്നിട്ടുള്ളവയിൽ ആരാണ് ഭാഗമല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. BR അംബേദ്കർ ഭാഗമാണെന്ന് നമുക്കറിയാം. സയ്യിദ് മുഹമ്മദ് സാദുള്ള അംഗമാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BL മിത്തറും അംഗമാണെന്ന് വിശ്വസിക്കുന്നു. ഈ പേരാണ് ചെറുതായിട്ട് കുഴക്കുക. കാരണം എന്താ? നമുക്ക് ഒരു കൃഷ്ണമാചാരി ഉണ്ട്. അത് TT കൃഷ്ണമാചാരിയാണ്. ആരാണ്? TT കൃഷ്ണമാചാരിയാണ് അദ്ദേഹം. TT കൃഷ്ണമാചാരിയാണ്. ഇതാരാണ്? ഇത് VT കൃഷ്ണമാചാരിയാണ്. VT കൃഷ്ണമാചാരിയുടെ പ്രത്യേകത ഇങ്ങനെ എത്രയ്ക്കും ക്രൂഷ്യലായിട്ട് തരുമോ ചോദിച്ചാൽ PSC ചിലപ്പോൾ തരികയൊക്കെ ചെയ്യും, തരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ VT കൃഷ്ണമാചാരിയും TT കൃഷ്ണമാചാരിയും 2 ആളുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? VT കൃഷ്ണമാചാരിയും TT കൃഷ്ണമാചാരിയും 2 ആളുകൾ തന്നെയാണ്. അത് നമ്മൾ 2 ആളുകളായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? VT കൃഷ്ണമാചാരി ഇതിലെ നമ്മുടെ ഇന്നത്തെ ആൻസർ ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്ത VT കൃഷ്ണമാചാരി എന്ന് പറയുന്ന അദ്ദേഹം റാവു ബഹദൂർ സ്ഥാനമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. റാവു ബഹദൂർ കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ എന്താണ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ആര്? സർ വെങ്കൽ തിരുവെങ്കടാചാരി കൃഷ്ണമാചാരി എന്നാണ് പേര്. വെങ്കൽ
തിരുവെങ്കടാചരി കൃഷ്ണമാചാരിയാണ് VT കൃഷ്ണമാചാരി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സിവിൽ സർവൻ്റ് ആയിരുന്നു, ബ്രിട്ടീഷ് സിവിൽ സർവൻ്റ് ആയിരുന്നു അദ്ദേഹം. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ബറോഡയുടെ ദിവാനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ബറോഡയുടെ ദിവാനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബറോഡയുടെ ദിവാനായിട്ട് മാത്രമാണോ വർക്ക് ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടുമല്ല. അദ്ദേഹം ബറോഡയുടെ ദിവാനായിട്ട് വർക്ക് ചെയ്തു. ജയ്പൂരിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം. അതുകൂടാതെ നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായ സമയത്ത് അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇങ്ങനെ പല തലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആരായിരുന്നു? VT കൃഷ്ണമാചാരി. TT കൃഷ്ണമാചാരി ഉണ്ട്. TT കൃഷ്ണമാചാരി എന്തായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ അംഗമായിരുന്നു. എന്താ പറയുക, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നാണ് ആര് വരുന്നത്? TT കൃഷ്ണമാചാരി വരുന്നത്. ഇദ്ദേഹവും മദ്രാസ് തന്നെ ആയിരുന്നു. പിന്നീട് TT കൃഷ്ണമാചാരി എന്തായിട്ട് മാറുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു അംഗമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റീൽ മിനിസ്ട്രിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. 1962 പിന്നീടും എന്ത് ചെയ്യുന്നുണ്ട്? മന്ത്രിയാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് TT കൃഷ്ണമാചാരി. സോ VT കൃഷ്ണമാചാരിയിലെ TT കൃഷ്ണമാചാരിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗമെന്ന് പ്രത്യേകം ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഇത് എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഈ പേരുകൾ ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല തവണ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം എന്ന തലത്തിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഇവ എല്ലാം എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പെയർഡ് കറക്റ്റ്ലി? താഴെ തന്നിട്ടുള്ളവയിൽ കറക്റ്റായിട്ട് പെയർ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം വരുന്നത്. എന്തൊക്കെയാണ് നോക്കൂ. പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പാർട്ട് 15 ഇലക്ഷൻസ്, പാർട്ട് 9A ട്രിബ്യൂണൽസ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെയാണ്. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? 9B എനിക്ക് തോന്നുന്നു കൂട്ടുകാർക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലേ? 9B കൂട്ടുകാർക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ്? കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് കൂട്ടുകാർക്ക് അറിയാം. കാരണം അത് എന്താണ്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മൾ പഠിക്കുന്ന എന്താ പറയുക ഒരു ഭാഗങ്ങളിൽ ഒന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരാൻ കാരണമായിട്ടുള്ള 97th അമെൻമെൻറ്റ്, അല്ലെ? 97th അമെൻമെൻറ്റ് ഓഫ് 2011 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുള്ള കാര്യമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നതും പാർട്ട് 9B ഉൾപ്പെടുത്തപ്പെട്ടതും, അല്ലേ? അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഏതാണ്ട് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആർട്ടിക്കിൾ 43B, അല്ലേ? DPSPസിൻ്റെ അവിടെ ആർട്ടിക്കിൾ 43B വരാനും, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ അവിടെ 19 എന്താ പറയുക ക്ലോസ് 1ന്റെ ഭാഗത്ത് എന്താണ്? സിയിൽ എന്ത് ചെയ്യുകയാണ്? അഡിഷൻ വരാൻ കാരണമായൊക്കെ ചെയ്തത് ഏതാണ്? ഈ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിരുന്നു 2011. കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ഭാഗങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, DPSPസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ സ്റ്റേറ്റ് പോളിസി എന്തായിരിക്കണം? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം എന്ന് പറയുന്നതാണ് 43B ഉൾപ്പെടുത്തിയത്. ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കാനും അതിൽ അംഗമല്ലാണ്ടിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പ്രത്യേകം ആലോചിക്കുക. സോ ഒന്ന് എന്ത് ചെയ്യാം? ശരിയാണ് എന്ന് നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഏതാണ്? പാർട്ട് 15 പറയുകയാണ്. പാർട്ട് 15 വളരെ ഫേമസ് ആയിട്ടുള്ള പാർട്ടാണ്, അതിലൊരു സംശയം ഉണ്ടാവരുത്. അതേതാണ്? ഇലക്ഷൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാർട്ട് 15 നിങ്ങൾക്ക് എന്താണ്? ഒരു ഷുവർ ബെറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. 9Bയും ഇത് രണ്ട് അറിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് എന്താണ് ആൻസർ കിട്ടുമോ? ഇല്ല. ഓപ്ഷൻസ് ഇവിടെ ഇത്തിരി എന്താണ്? കൺഫ്യൂസിങ് ആണ്. കാരണം എന്താ? ഓൾ ദ എബവ് ഉണ്ട്, 1 and 2 ഉണ്ട്, 2 and 3 എന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വേണമെങ്കിൽ ഇത് മാത്രം നമുക്ക് കളയാൻ പറ്റും, അല്ലേ? ഇനി 3 നോക്കൂ. പാർട്ട് 14A എന്നാണ് പറയുന്നത്. പാർട്ട് 14A എന്നാണ് പറയുന്നത്. പാർട്ട് 14A ട്രിബ്യൂണൽസ് എന്ന് പറയുന്നു. ശരിയാണോ? തീർച്ചയായും ശരിയാണ്. ഇത് നമ്മളുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ട്രിബ്യൂണലുകൾ പാർട്ട് 14A എന്ന് പറയുന്ന രീതിയിൽ ഉൾപ്പെടുത്തുന്നതും. ഏതൊക്കെ ആർട്ടിക്കിളാണ്? 323Aയും 323Bയും, അല്ലേ? ഇവ രണ്ടും എന്ത് ചെയ്യുകയാണ്? ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്യുകയാണ്. സോ ആൻസർ ഏതാണ്? ഓൾ ദ എബവ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തന്നെയാണ്. പാർട്ട് 15 ഇലക്ഷൻസ് തന്നെയാണ്. പാർട്ട് 14A എന്ന് പറയുന്നത് ഏതാണ്? ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ ഇൻ റിലേഷൻ ടു ദ ചന്ദ്രയാൻ 3 മിഷൻ? എന്തൊക്കെയാണ്? സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ലൂണാർ സൗത്ത് പോൾ. സൗത്ത് പോളിൽ തന്നെയല്ലേ
ഹാപ്പൻഡ് ഓൺ 23rd August 2003. ഈ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? ഇന്ത്യയുടെ ശാസ്ത്ര ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഒന്ന് എന്താണ്? ഒന്ന് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് ശരിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ കളയാൻ പറ്റും. ഈ ഓപ്ഷൻ കളയാൻ പറ്റും. കാരണം എന്താ? ഒന്നിതിലില്ല, ഒരു ഓപ്ഷൻ അപ്പം എന്ത് ചെയ്തു? നമുക്ക് കുറഞ്ഞു കിട്ടിയിരിക്കുന്നു. രണ്ടാമത്തേത്, ലോഞ്ച് വെഹിക്കിൾ യൂസ്ഡ് വാസ് LVM3. ലോഞ്ച് വെഹിക്കിൾ യൂസ്ഡ് LVM3 ആയിരുന്നോ? എന്താ തോന്നുന്നത്? ലോഞ്ച് വെഹിക്കിൾ യൂസ്ഡ് വാസ് ഇൻഡീഡ് LVM3 അല്ലെ? ലോഞ്ച് നമ്മളുടെ പണ്ടത്തെ GSLV ഇല്ലേ, അതിന്റെ പുതിയ പേരാണ് LVM അല്ലേ? അപ്പോൾ ഇത് ചന്ദ്രനിൽ വരെ എത്തിക്കേണ്ടതാണ്. സോ LVM3 വലിയ എന്താ പറയുക കപ്പാസിറ്റി ആവശ്യമായിരുന്നു. ദ പേലോഡ് ഷേപ്പ് വാസ് ഇൻസൈഡ് ദ പ്രൊപ്പൽഷൻ മോഡ്യൂൾ. പ്രൊപ്പൽഷൻ മോഡ്യൂളിന്റെ ഉള്ളിലായിരുന്നു ഷേപ്പ് എന്നാണ് പറയുന്നത്. എന്താ അതിന്റെ കാര്യം? നോക്കൂ, ചന്ദ്രനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേയധികം പേലോഡുകൾ പോയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ചന്ദ്രനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തു? ഇത് പോയി അല്ലെ? എന്നിട്ട് ചന്ദ്രൻ എവിടെയുണ്ട്? ഒരാൾ എന്ത് ചെയ്യുമായിരുന്നു? ചന്ദ്രനെ ചുറ്റുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് എന്ത് ചെയ്യും? അതിന്ന് ഒരാൾ വിട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങും. താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? ഒരാൾ ഇതിനുള്ളിൽ നടന്ന് കാര്യങ്ങളൊക്കെ പരിശോധിക്കും അല്ലെ? അപ്പൊ ഇവിടെ നിൽക്കുന്ന എന്താണ്? ഒരു പ്രൊപ്പൽഷൻ മോഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിൽക്കുന്നുണ്ട്. ഈ പ്രൊപ്പൽഷൻ മോഡ്യൂൾ എന്ത് ചെയ്യും? മുകളിൽ തന്നെ കിടന്ന് എന്ത് ചെയ്യും? കറങ്ങും അല്ലെ? പിന്നെ ഒരാൾ എന്ത് ചെയ്യും? ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരാൾ, ലാൻഡർ ഉണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ലാൻഡർ ഇറങ്ങിയ ശേഷം ഒരാൾ എന്ത് ചെയ്യും? ചക്രൊക്കെ ആയിട്ട് കറങ്ങാൻ പോകും അല്ലെ? ഇയാൾ ആരാണ്? ഇയാളുടെ പേരാണ് റോവർ. മനസ്സിലാവുന്നുണ്ടോ? ഈ നമ്മളുടെ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ എന്തുണ്ട്? ഒരു പേലോഡ്. എന്താ പേലോഡ് എന്ന് പറയുമ്പോൾ? പേലോഡ് മീൻസ് അതൊരു സയന്റിഫിക് ഉപകരണമാണ് പേലോഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പേലോഡുകളാണ് ഈ ഓരോ കാര്യങ്ങളും പഠിക്കുക. ഒരു പേലോഡ് എവിടെ ഉണ്ടായിരുന്നു? ഈ നമ്മളുടെ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഉണ്ടായിരുന്നു. ലാൻഡറിൽ 4 പേലോഡുകൾ ഉണ്ടായിരുന്നു. ലാൻഡറിൽ എത്ര പേലോഡുകൾ ഉണ്ടായിരുന്നു? 4 പേലോഡുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റോവർ പോയില്ലേ, അതിൽ 2 പേലോഡുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4ഉം 2ഉം 6ഉം 1ഉം 7 ടോട്ടൽ പേലോഡുകളാണ് ചന്ദ്രയാൻ എന്ത് ചെയ്യുന്നത്? മിഷനിൽ കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത് ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? പഠിക്കുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഓരോരുത്തരും എന്ത് ചെയ്യും? ഓരോരോ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്? പഠിക്കുക. ഇപ്പോൾ ഇൽസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേലോഡ് ഉണ്ട്. ഇൽസ എന്ന് പറഞ്ഞ പേലോഡ് ഉണ്ട്. ഈ ഇൽസ നമ്മളുടെ ലാൻഡർ പേലോഡുകളെ 4 എണ്ണത്തിൽ ഒന്നാണ് ഇൽസ എന്ന് പറഞ്ഞ പേലോഡ്. ഈ ഇൽസ എന്താ ചെയ്യണ അറിയോ? ലൂണാർ സീസ്മിക് ആക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കാനാണ്. ചന്ദ്രനിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ പോലെ, ഭൂകമ്പം നമ്മുടെ ഇവിടെയാണ്, അവിടെ എന്താണ് ചന്ദ്രകമ്പം എന്ന് പറയേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ചന്ദ്രനിലുള്ള സീസ്മിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ, അവിടെ കോറും ക്രസ്റ്റ് മാൻഡിലും എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാനാണ് ഈ ഇൽസ ഒരു പേലോഡ് ഉള്ളത്. ഇതുപോലെ പല പല പേലോഡുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേലോഡായിരുന്നു ഷേപ്പ് എന്ന് പറയുന്ന പേലോഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു പേലോഡായിരുന്നു ഷേപ്പ് എന്ന് പറയുന്ന പേലോഡ്. ഷേപ്പ് എന്താ പറയുക കൂട്ടുകാർക്ക്? സ്പെക്ട്രോ പോളറിമീട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. എർത്തിനെ കുറിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി പഠിക്കാനും അതിനോടൊപ്പം തന്നെ എർത്ത് പോലെ ഹാബിറ്റബിൾ ആയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ തെളിവുകൾ ശേഖരിക്കലും കൂടിയിട്ടായിരുന്നു ഷേപ്പിൻ്റെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഷേപ്പ് അപ്പോൾ ചന്ദ്രനിൽ പോയി ഇറങ്ങിയിട്ടോ ചന്ദ്രനിൽ ഓടി നടന്നിട്ടോ കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരൊറ്റ പേലോടെ എവിടെ ഉണ്ടായിട്ടുള്ളൂ? നമ്മളുടെ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ ഒരൊറ്റ പേലോടെ ഉണ്ടായുള്ളൂ. ആ ഒരേ ഒരാൾ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ഡിഗ്രി ലെവൽ എക്സാമിൽ തന്നെ ഇത് ചോദ്യമായി വന്നിട്ടുണ്ട്, ഷേപ്പ് എന്ന് പറയുന്ന ആളെ കുറിച്ച് മാത്രം. കാരണം എന്താ? ബാക്കി എല്ലാത്തിലും 4 പേര് വെച്ചും 2 പേരും വെച്ചിട്ടുണ്ട്. ഒരൊറ്റ പേലോഡ് മാത്രമുള്ളത് എവിടെയായിരുന്നു? പ്രൊപ്പൽഷൻ മോഡ്യൂളിലായിരുന്നു. ആ പേലോഡ് ഷേപ്പും ആയിരുന്നു. മനസ്സിലായ കൂട്ടുകാർക്ക്? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സോ മെഷീനുകളോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മെഷീൻസോ വായിക്കുന്ന സമയത്ത്, വിവിധ വിധത്തിലുള്ള മെഷീനുകൾ വരുന്ന സമയത്ത് ഇങ്ങനെ പ്രത്യേകതയാർന്ന ഒരാൾ മാത്രമായിട്ടുള്ളതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ഇവിടെ ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്തത്, പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അകനാന്നൂറ് പ്രണയം, കുടുംബം തുടങ്ങിയ വിഷയങ്ങളെ കൈകാര്യം ചെയ്തു. മുകുന്ദമാല എന്ന സംസ്കൃത കൃതി എഴുതിയത് നമ്മാഴ്വാർ ആയിരുന്നു എന്നും പറയുന്നു. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? അകനാന്നൂറ്, പുറനാന്നൂറ് അല്ലെ? നമ്മളുടെ സംഘകാല കൃതികളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. പുറനാന്നൂറും പുറനാന്നൂറുമുണ്ട്, അകനാന്നൂറുമുണ്ട്. ഓർത്ത് വയ്ക്കാൻ എങ്ങനെ പറഞ്ഞ്? അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താ? കുടുംബം, പ്രണയം അല്ലെ? ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രണയം. അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് പ്രണയം. കുടുംബം എങ്ങനെയാണ്? വീടിന്റെ ഉള്ളിലാണ് കുടുംബം അല്ലെ? അപ്പൊ അകത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. ഇവയെല്ലാം എങ്ങനെയാണ്? അകനാന്നൂറ് എന്ന് പറയുന്ന കളക്ഷനിലാണുള്ളത്. പുറനാന്നൂറ് എന്തായിരുന്നു? യുദ്ധം, രാജഭരണം, അങ്ങനെ പുറമേ നടക്കുന്നത്, കുടുംബത്തിന് പുറമേ നടക്കുന്നത്, ആളുകൾക്ക് പുറമേ നടക്കുന്നതായിട്ടുള്ളവയാണ് പുറനാന്നൂറിലുള്ളത് അല്ലെ? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
ഇനി മുകുന്ദമാല എന്ന സംസ്കൃത കൃതി എഴുതിയ നമ്മാഴ്വാറായിരുന്നു. ആണോ? തീർച്ചയായും അല്ല. മുകുന്ദമാല എഴുതിയത് ആരായിരുന്നു? നമ്മൾ നേരത്തെ കണ്ട ഒരു പേരായിരുന്നു അല്ലെ. ആരാണ്? കുലശേഖര ആഴ്വാർ. ആരായിരുന്നു? കുലശേഖര ആഴ്വാർ. കുലശേഖര ആഴ്വാറാണ് മുകുന്ദമാല സംസ്കൃതത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊരു കൃതിയുണ്ട്. ഏതാണ്? പെരുമാൾ തിരുമൊഴി. പെരുമാൾ തിരുമൊഴി മനസ്സിലാകുന്നുണ്ടോ? പെരുമാൾ തിരുമൊഴി തമിഴിലാണ്, തമിഴ് ലാംഗ്വേജിലാണ് പെരുമാൾ തിരുമൊഴി. മുകുന്ദമാല ഇതിലാണ്? സംസ്കൃതത്തിലുമാണ്. കുലശേഖര ആഴ്വാറാണ് ഇത് എഴുതിയത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓൺലി 1 ഈസ് ട്രൂ എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമ്മളുടെ എന്താ പറയുക, കുലശേഖര ആഴ്വാറിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന മറ്റ് ചില കൃതികൾ കൂടിയുണ്ട് അല്ലെ. ഏതാണ്? തപതി സംവരണം, സുഭദ്ര, ധനഞ്ജയം. ധനഞ്ജയൻ എന്ന് വെച്ചാൽ അർജുനൻ, സുഭദ്ര ആരാ? കൃഷ്ണന്റെ സഹോദരി. അർജുനൻ സുഭദ്രയെ ജയിച്ച കഥ അല്ലെ, ധനഞ്ജയൻ. ആ കഥയാണ് പറയുന്നത്. ഈ കൃതികളും അപ്പോൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് വൺ ഓർ വൺസ്. ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഡയാർക്കി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ദ മോർലി മിൻഡോ റിഫോംസ്. പൊളിറ്റിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പറിക്കാറുള്ള ആക്ടുകളുണ്ട് അല്ലേ. അതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചോദ്യങ്ങളാണിത്. ഡയാർക്കി എങ്ങനെയാണ് വരുന്നത്? മോർലി മിൻഡോ റിഫോംസ് ആണോ ഡയാർക്കി വരുന്നത്? തീർച്ചയായിട്ടും എന്താണ്? അല്ല. ഏതാണ്? മൊണ്ടേഗു ചെംഫോർഡ് റിഫോംസിലാണ് അല്ലെ. മൊണ്ടേഗു ചെംഫോർഡ് റിഫോംസ് 1919 ആക്ടിലാണ് എന്ത് വരുന്നത്? ഡയാർക്കി വരുന്നത്. സോ ഒന്ന് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്ന് തെറ്റാണെങ്കിൽ റൈറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഒന്ന് തെറ്റായതുകൊണ്ട് നമ്മൾ ഏത് വിട്ടു? ഇത് നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ഒഴിവാക്കി കളഞ്ഞു. അടുത്തേതാ? സൈമൺ കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ടു സ്റ്റഡി അബൌട്ട് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. 1919 ആക്ട്, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മൊണ്ടേഗു ചെംഫോർഡ് റിഫോംസിനെ കുറിച്ച് പഠിക്കാനാണ് സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് എന്ന് പറയുന്നു. ശരിയാണോ? തീർച്ചയായും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? 1927 സൈമൺ കമ്മീഷൻ വന്നു അല്ലെ, നിയമിക്കപ്പെട്ടു. 28 ഇന്ത്യയിലേക്ക് എത്തി അല്ലെ. അപ്പോൾ ഈ സൈമൺ കമ്മീഷൻ എന്തിനെ കുറിച്ച് പഠിക്കാനാ? 1919 ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ ഈ ആക്ടിന്റെ അവസാനത്തെ ലൈൻ എന്തായിരുന്നു? ഈ ആക്ടിന്റെ വർക്കിംഗ് പരിശോധിക്കാൻ 10 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് പറഞ്ഞിരുന്നു 1919 ആക്ടിൽ അല്ലെ. ഈ കമ്മീഷനായിരുന്നു നമ്മളുടെ 27 സൈമൺ കമ്മീഷൻ. പക്ഷെ സൈമൺ കമ്മീഷൻ എന്താണ്? സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സമരമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. എന്തുകൊണ്ടായിരുന്നു? കാരണം ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റായി പറയുന്നു. ശരിയാണോ നോക്കൂ. സൈമൺ കമ്മീഷൻ വാസ് ബോയ്കൗട്ടഡ് ബിക്കോസ് ദർ വെർ ഓൺലി ഫ്യൂ ഇന്ത്യൻസ് ആസ് പാർട്ട് ഓഫ് ഇറ്റ്. സൈമൺ കമ്മീഷന്റെ ഭാഗമായി വളരെ കുറച്ച് ഇന്ത്യക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ബോയ്കൗട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. ശരിയാണോ? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? സൈമൺ കമ്മീഷൻ എന്തായിരുന്നു? അത് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? ഓൾ വൈറ്റ്. നമ്മൾ കളിയാക്കി പറഞ്ഞത് എന്തായിരുന്നു? ഓൾ വൈറ്റ് കമ്മീഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിച്ചിരുന്നത് അല്ലെ. അതിൽ വെള്ളക്കാർ മാത്രമേ ഉള്ളൂ, ഫ്യൂ ഇന്ത്യൻസ് ഒന്നുമില്ല, ഇന്ത്യൻസേ ഇല്ല. അപ്പൊ മൂന്നാമത്തേതും തെറ്റാണ്, ഒന്നാമത്തേതും തെറ്റാണ്, 2 മാത്രം ശരി. നോക്കൂ, ഇതിൽ 3 നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് സൈമൺ കമ്മീഷനെ ബോയ്ക്കൗട്ട് ചെയ്യാനുള്ള കാരണം ഇതാണ്, ഓൾ വൈറ്റ് കമ്മീഷൻ എന്നുള്ള പേരൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്താ? 3 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് തെറ്റായി? ഒന്നല്ല, ഇതല്ല, ഇതുമല്ല. കാരണം എന്താ? എല്ലാത്തിലും 3 വരുന്നുണ്ട്. 3 തെറ്റാണ് നമുക്ക് ഓൾറെഡി അറിയാം. മനസ്സിലായോ? അപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ ബാക്കി എല്ലാം എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മാത്രം ശരി എന്നതിലേക്ക്, ആൻസറിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്താണ് എലിമിനേഷൻ ടെക്നിക് എന്ന് പലരും പറയാറില്ലേ, അത് ഈ ഒരു രീതിയിലാണ്. അഗൈൻ കൂട്ടുകാർ നോക്കൂ, ഞാൻ പറയുന്നത് ഹൗ ടു വർക്ക് ഓൺ എലിമിനേഷൻ മെത്തേഡ്. നിങ്ങളുടെ ഫാക്റ്റുകൾ ക്ലിയർ ആയിരിക്കണം. ഇവിടെ ഈ ഫ്യൂ ഇന്ത്യൻസ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് സൈമൺ കമ്മീഷൻ എന്താണെന്ന് അറിയണം, ഓൾ വൈറ്റ് കമ്മീഷൻ ആണ് എന്ന് നിങ്ങൾക്ക് അറിയണം. മനസ്സിലാവുന്നുണ്ടോ? ഓൾ വൈറ്റ് കമ്മീഷൻ ആണെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ ഫാക്റ്റുകളൊന്നും പഠിക്കാണ്ട് പോയിട്ട് എലിമിനേറ്റ് ചെയ്ത് വരാമെന്ന് വിചാരിക്കരുത്. എലിമിനേഷൻ ടെക്നിക്ക് പഠിച്ചാൽ എക്സാം എഴുതാൻ പറ്റും എന്ന് വിചാരിക്കരുത്. എന്താണ് ബേസ്? എന്താ? ഫാക്റ്റുകൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ട്? ഫാക്റ്റുകൾ നിങ്ങൾ പഠിക്കണം, അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പഠിക്കലിൻ്റെ ഒരു രീതിയാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെ നിങ്ങൾ പഠിക്കണം? പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ശീലമായി മാറണം. പ്രാക്ടീസിൻ്റെ ഒപ്പം എന്തും വേണം?
ഫാക്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. സോ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള എന്താണ്, ഒരു ബാലൻസ് ആണ് നിങ്ങളുടെ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. സം ഓഫ് ദ ISRO's റീസെന്റ് മിഷൻസ്, ISROയുടെ റീസെന്റ് ആയിട്ടുള്ള മിഷൻസ് എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, അതും അവയുടെ ലോഞ്ച് വെഹിക്കിൾസും കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ, തെറ്റായിട്ട് ഏതാണെന്ന് പഠിക്കുക. കാരണം ഈ അടുത്തായിട്ട് പലപ്പോഴും നമ്മളുടെ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ മിഷനുകളും അവയുടെ ലോഞ്ച് വെഹിക്കിളും ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം നമ്മൾ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയത്. ഇതിൽ ഞാൻ ഡയറക്റ്റ്ലി കാര്യം പറഞ്ഞു പോവുകയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള ഏതാണെന്ന് അറിയോ കൂട്ടുകാർക്ക്? എക്സ്പോസാറ്റ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ആൾ. ഇതാണ് തെറ്റായിട്ട് ജോഡി ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും. എന്താണ് ഇത് നിങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കാര്യം മാത്രം പറയാം, 2 കാര്യങ്ങൾ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത് എഗെയിൻ ഞാൻ പറയണേ, എലിമിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഞാൻ പറയുകയാണ്, എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാമെന്ന് പറയുകയാണ് ലോജിക്കലി. പക്ഷേ ഇതിലും എന്ത് വേണം, നേരത്തെ പറഞ്ഞ പോലെ ഫാക്ട് നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മിഷനാണ് ആദിത്യ മിഷൻ അല്ലേ. അത് PSLV C-57 ആണെന്ന് നിങ്ങൾക്ക് അറിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ആദിത്യ L1 PSLV C-57 ആണ് എന്നറിഞ്ഞാൽ ആദിത്യ L1 വിക്ഷേപണം നടന്നത് 2023 എന്നും കൂട്ടുകാർക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദിത്യ L1 അത്രയും വലിയ മിഷനായിരുന്നു. ഇപ്പം ചന്ദ്രയാൻ 3 ഇതാണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും ചിലപ്പോൾ അല്ലേ. ആദിത്യ L1 അത്രയും വലിയ മിഷനായത് കാരണം 57 PSLV 57 ആണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുമെന്നും 2023 അതിനെ വിക്ഷേപിച്ചതെന്നും നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതറിയുമെങ്കിൽ എക്സ്പോസാറ്റിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം എന്താ അറിയോ, എക്സ്പോസാറ്റ് ന്യൂസിൽ ഒരുപാട് വന്നതും PSCയുടെ തന്നെ കഴിഞ്ഞ ഡിഗ്രി എക്സാമുകളിൽ ചോദിച്ചതുമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാര്യം എന്താ അതിൻ്റെ എക്സ്പോസാറ്റിൻ്റെ പ്രത്യേകത? 2024 ജനുവരി 1 ന്യൂ ഇയർ ഡേയിൽ വിക്ഷേപിച്ച സാധനമായിരുന്നു എക്സ്പോസാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ പല എക്സാമുകളിലും എക്സ്പോസാറ്റ് ധാരാളമായി ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ തന്നെ റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, SSC RRBയിലൊക്കെ. അപ്പോൾ എക്സ്പോസാറ്റ് 2024 മനസ്സിലാക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യത്തെ L1 PSLV 57 അറിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 54 എക്സ്പോസാറ്റിനെ വിടുവോ? 57 കഴിഞ്ഞാൽ പിന്നെ 58 അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ളല്ലേ വരുള്ളൂ. എക്സ്പോസാറ്റ് ഏതിലാണ് വിട്ടിട്ടുണ്ടായിരുന്നത്? C-58 വിട്ടിരുന്നത്. C-58 ആണ് എക്സ്പോസാറ്റിനെ കൊണ്ടുപോയത് ഭ്രമണപഥത്തിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? സോ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ L1 ഇൻഫർമേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓൾസോ ഈ കാര്യം കൂടി നിങ്ങൾക്ക് ഏതാണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം? എക്സ്പോസാറ്റ് അതുപോലെ തന്നെ ആദിത്യ, ഇത് രണ്ടിനെ കുറിച്ചിട്ടുള്ള, ഇത് രണ്ടും അത്രയും ഫേമസുമാണ്. അറിയാമെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് സുഖമായിട്ട് ലോജിക്കലി ഇങ്ങനെ ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ C-57 ആണ്, അതുകൊണ്ട് തന്നെ 2024 നടത്തിയ ഈ വിക്ഷേപണത്തിൽ 54 ആയിരിക്കില്ല എന്നൊരു ഊഹത്തിൽ ഇത് നമുക്ക് ശരിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കാറുള്ളത്. ഇതിനെയാണ് UPSC മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളർത്തിയെടുക്കാൻ പറ്റും. എന്ത് ചെയ്യണം, ഫാക്റ്റുകൾ കൃത്യമായി പഠിച്ചിട്ട് അതൊന്ന് റിലേറ്റ് ചെയ്യാനുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് PSCയുടെയും എന്താണ് UPSCയുടെ രണ്ടിൻ്റെയും നടുക്കഷ്ണത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഫാക്റ്റുകൾ വളരെ കൃത്യമായി PSC ഇപ്പോഴും എന്താണ് ചോദിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അത് അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, അടുത്ത ചോദ്യം. മഹ്മൂദ് ഗസ്നിയുടെ സദസ്സിലെ പണ്ഡിതനായിരുന്ന ഏത് യാത്രികനാണ് കേരളത്തിനെ മലബാർ എന്ന് വിശേഷിപ്പിച്ചത് എന്നതാണ് ചോദ്യം. ആരാണെന്ന് അറിയാവുന്ന കൂട്ടുകാർക്ക് ഇതിലെ അൽ ബിറൂനിയാണ് ആൻസർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് പല തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഫാക്ട് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മഹ്മൂദ് ഗസ്നി അദ്ദേഹത്തിൻ്റെ സദസ്സിലെ പണ്ഡിതനായിരുന്നു അൽ ബിറൂനി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ഏതാണെന്ന്? കിതാബ് ഉൽ ഹിന്ദ്. കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്നതാണ് അൽ ബിറൂനിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം. ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ആരാണ്? ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത ഏത് രാജാവിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു? ആരുടെയായിരുന്നു അറിയോ കൂട്ടുകാർക്ക്? ഇബ്നു ബത്തൂത്ത ആരുടേതായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു. അഗെയിൻ ഫാക്റ്റാണ്. ഇബ്നു ബത്തൂത്ത ഏതാണ്ട് 6 തവണയോളം കാലിക്കറ്റിൽ വന്നു പോയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാലിക്കറ്റിൽ 6 തവണ വന്നു പോയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇബ്നു ബത്തൂത്ത ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ച് പല തവണ ചോദ്യം വന്നിട്ടുണ്ട്. മൊറോക്കോക്കാരനാണ്, അതായത് ആഫ്രിക്കയിലെ ആളാണ് ഇദ്ദേഹം. മനസ്സിലാവുന്നുണ്ടോ? എവിടുത്തെ ആളാണ്? ആഫ്രിക്കക്കാരനാണ്. ആര്? ഇബ്നു ബത്തൂത്ത. മൊറോക്കോ ആണ് രാജ്യം എന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫാക്റ്റുകളൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്, തീർച്ചയായും ഓർത്തിരിക്കുക.
അടുത്തത്, മാർസപ്പർ ഈശോ താഴെ പറയുന്ന ഏത് ശാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസനം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഏതാണ്? എഡിക്റ്റുകൾ. പല പല എഡിക്റ്റുകൾ ഉണ്ട് അല്ലേ? നമ്മുടെ ലിറ്റററി സോഴ്സസ്, ചരിത്ര രേഖകൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എഡിക്റ്റുകളെ കുറിച്ച് പഠിക്കുന്നത്, ശാസനങ്ങളെ കുറിച്ച് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് അല്ലേ? അപ്പൊ ശാസനങ്ങളിൽ മാർസിപ്പർ ഈശോ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുന്നു. നമ്മൾ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഈ കാര്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. തരിസാപ്പള്ളി ശാസനമാണ് ആൻസർ. കോട്ടയം ചെപ്പേട എന്നും പറയാറുണ്ട്. എന്താണ്? സ്ഥാണുരവി ചേര രാജാവ്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് പോലും ഞാൻ എടുക്കുന്നില്ല. സോ ജസ്റ്റ് ഫാക്ടുകൾ പറഞ്ഞു പോവാം. സ്ഥാണുരവി ആയിരുന്നു അന്നത്തെ ചേര രാജ്യത്തിന്റെ രാജാവ്. ഇദ്ദേഹത്തിന്റെ സാമന്തനായിരുന്നു അയ്യനടികൾ തിരുവടികൾ. വേണാട് ഭരിച്ചിട്ടുണ്ടായിരുന്ന നാടുവാഴിയായിരുന്നു. ചേര രാജാവായ സ്ഥാണുരവിയുടെ സാമന്തനായിരുന്നു അയ്യനടികൾ തിരുവടികൾ. ഇദ്ദേഹമാണ് ഈ തെരിസാപ്പള്ളി ശാസനം തയ്യാറാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ അന്നത്തെ ചേര രാജാവ് സ്ഥാണു. അപ്പൊ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ ആൻസർ എഴുതണം. തെരിസാപ്പള്ളി ശാസനത്തിന്റെ കാലഘട്ടത്തിൽ ചേര രാജാവ് സ്ഥാണുരവിയാണ്. ഇനി ആരാണ് തയ്യാറാക്കിയത്? വേണാടിൽ വാണിരുന്ന നാടുവാഴിയായിരുന്ന അയ്യനടികൾ തിരുവടികളാണ് മാർസപ്പർ ഈശോയ്ക്ക് കച്ചവടത്തിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ശാസനം, ഒരു പെർമിഷൻ പോലെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാലം വളരെ കൃത്യമായി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയ ഒരു ശാസനമായിരുന്നു തെരിസാപ്പള്ളി ശാസനം. ഇനി എന്തൊക്കെയാണെന്ന് അറിയുന്നത്? ആ കാലഘട്ടത്തിൽ ഇവിടെയുള്ള ക്രിസ്ത്യൻ ഈഴവ സമുദായങ്ങളെ പറ്റി പരാമർശിക്കുന്ന ആദ്യത്തെ ശാസനമാണിത്. അതുപോലെ തന്നെ അന്ന് അവിടെ നിലനിന്നിരുന്ന ഗിൽഡുകൾ പോലെയുള്ള, ഗിൽഡുകൾ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഗിൽസുകൾ, 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയിട്ടുള്ള വ്യാപാര സംഘങ്ങളെ പറ്റിയുള്ള ആദ്യ പരാമർശം. ഒരിക്കലും വന്നിട്ടുള്ള ചോദ്യമാണ് 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയവ എന്താണ് എന്നൊരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? അവ വ്യാപാര സംഘങ്ങളാണ്. അഥവാ ഏതാണ്? ഗിൽഡുകൾ എന്ന് നമ്മൾ പറയില്ലേ പണ്ട് കാലഘട്ടത്തിൽ. നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അല്ല, മിഡീവൽ ഇന്ത്യയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആൻഷ്യൻ ഇന്ത്യയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഗിൽഡുകൾ എന്താണ്? വ്യാപാര സംഘങ്ങളാണ്. അപ്പൊ 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയിട്ടുള്ള വ്യാപാര സംഘങ്ങളെ പറ്റിയും ആദ്യമായി പരാമർശിക്കപ്പെടുന്നത് ഇതേ തെരിസാപ്പള്ളി ശാസനത്തിലാണ് എന്ന് കൂട്ടുകാർ ആലോചിക്കുക അല്ലെ. വേറെയും ഒരുപാട് ശാസനങ്ങളുണ്ട് അല്ലെ. ജൂതശാസനം, പാലിയം ശാസനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം എന്താ പറയുക ശാസനങ്ങളുണ്ട്. അവയൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് കൂട്ടുകാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? തെരിസാപ്പള്ളി ശാസനം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? ഒന്നാമത്തേതാ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് പാർട്ട്ലി ഇലക്ടഡ് ആൻഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡി. പ്രീവിയസ് PSCയിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ടുള്ള ആൻസർ ആണോ? സ്റ്റേറ്റ്മെന്റ് ആണോ? തീർച്ചയായും അതെ അല്ലെ. കാരണം എന്താണ്? കുറെ പേര് ഇലക്ടഡ് ആയിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നാണ് നോമിനേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് വന്നിരുന്നു അല്ലെ. അപ്പോൾ ഇവ എന്താണ്? കുറച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് ബോഡി ഇലക്ടഡ് ആയിരുന്നു, കുറച്ചൊക്കെ എങ്ങനെയായിരുന്നു? അവ നോമിനേറ്റഡും ആയിരുന്നു. അടുത്തേതാ? JB കൃപലാനി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു പ്രിസൈഡ് ഓവർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. നോക്കൂ, JB കൃപലാനി കണ്ടു, ഫസ്റ്റ് പേഴ്സൺ കണ്ടു, ഓടിപ്പോയി. ശരിയാണ്, JB കൃപലാനിയാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ സംസാരിച്ചത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? ശരിയിട്ടിട്ട് വരും. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. കാരണം എന്താ? പ്രിസൈഡ് ഓവർ ചെയ്തു എന്നാ പറയുന്നത്. അതായത് ആദ്യമായിട്ട് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് JB കൃപലാനി ആണെന്നാണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ അല്ലേ. സച്ചിദാനന്ദ സിൻഹയാണ് അല്ലേ. നമ്മളുടെ ഏത് രാജ്യത്തിന്റെ രീതിയായിരുന്നു ഇത്? ഫ്രഞ്ച് രാജ്യം അല്ലെ. ഫ്രാൻസിലൊരു രീതിയാണ്, ഒരു സമ്മേളനം കൂടുമ്പോൾ ഏറ്റവും പ്രായമുള്ള ആളെ എന്ത് ചെയ്യും? അവിടുത്തെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? താൽക്കാലിക പ്രസിഡന്റ് ആക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും? ഇലക്ഷൻ നടത്തിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്പീക്കറെ, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും അല്ലെ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ എന്താ പറയുക പ്രിസൈഡ് ഓവർ ചെയ്ത ആരായിരുന്നു? താൽക്കാലികമായിട്ട് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീടാണ് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പോൾ ആൻസർ ഏതാ? സച്ചിദാനന്ദ സിൻഹയാണ്. JB കൃപലാനി എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തിട്ടുള്ള ആളായിരുന്നു JB കൃപലാനി. മനസ്സിലായ കൂട്ടുകാർക്ക്? സോ ഓൺലി വൺ ഈസ് ട്രൂ എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കൃത്യമാണല്ലോ. അടുത്ത ചോദ്യം, ഹു വാസ് ദ ചെയർമാൻ ഓഫ് സബ് കമ്മിറ്റി ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ്? നോക്കൂ, ഇവിടെ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ വരരുത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള നമ്മൾ അഡ്വൈസറി കൗൺസിലിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഒരു അഡ്വൈസറി കൗൺസിലിനെ കുറിച്ച് നമ്മൾ മേജർ കമ്മിറ്റീസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ. ഒരു അഡ്വൈസറി കൗൺസിൽ ഉണ്ട്. ആ അഡ്വൈസറി കൗൺസിൽ എന്തിനെ കുറിച്ചൊക്കെയാ? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽസ്, എക്സ്ക്ലൂഡഡ് ഏരിയാസ്, ഇവയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ആ അഡ്വൈസറി കമ്മിറ്റീനെ പല പല സബ് കമ്മിറ്റികളായി തിരിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു സബ് കമ്മിറ്റി, മൈനോറിറ്റീസിന് സബ് കമ്മിറ്റി, ട്രൈബൽ അഫയേഴ്സ്, എക്സ്ക്ലൂഡഡ് ഏരിയാസിന് സബ് കമ്മിറ്റി. അതിലെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി ആരായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നയിച്ചിരുന്നത് എന്നതാണ് ചോദ്യം. ആരാണെന്ന് അറിയോ കൂട്ടുകാർക്ക്?
JB കൃപലാനി ആയിരുന്നു. ആരായിരുന്നു? JB കൃപലാനിയാണ് ഇതിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി. അപ്പൊ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്വൈസറി കമ്മിറ്റി, അതായത് മെയിൻ കൗൺസിൽ ഉണ്ട്, മനസ്സിലാവുണ്ടോ? മെയിൻ അഡ്വൈസറി മേജർ കമ്മിറ്റികളിൽ അഡ്വൈസറി കൗൺസിൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരുടെ കീഴിലായിരുന്നു? സർദാർ പട്ടേലിന്റെ കീഴിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഓരോരോ ഭാഗങ്ങളെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റി, ട്രൈബൽ അഫയേഴ്സ്, എക്സ്ക്ലൂഡഡ് ഏരിയാസ്, ഇവ ഓരോന്നിനെയും സബ് കമ്മിറ്റീസ് ആയി തിരിച്ചിരുന്നു. അതിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റിയെ JB കൃപലാനിയാണ് നയിച്ചത്. വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, മുസിരിസ് തുറമുഖത്തിനെ മുസിരിസ് തുറമുഖത്തിനെ പറ്റി പരാമർശിക്കുന്ന ഹിസ്റ്റോറിയ നാച്ചുറാലിസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരെ എന്നതാണ് ചോദ്യം. ഉത്തരം വളരെ ഫാക്ച്വൽ ചോദ്യമാണ്. ആൻസർ പ്ലിനിയാണ്. ആരാണ്? പ്ലിനിയാണ്. ഹിസ്റ്റോറിയ നാച്ചുറാലിസ് ആദ്യത്തെ എൻസൈക്ലോപീഡിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഹിസ്റ്റോറിയ നാച്ചുറാലിസ് ഓൾ ഇൻ നേച്ചർ എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഒരു നമുക്ക് നാച്ചുറൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു ബുക്ക് എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും നാച്ചുറൽ ഹിസ്റ്ററി എന്നത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഹിസ്റ്റോറിയ നാച്ചുറാലിസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം. മനസ്സിലാവുന്നുണ്ടോ? പ്ലിനി പിന്നീട് നമ്മളുടെ മോണ്ട് വെസൂവിയസ് എന്ന ജിയോഗ്രഫിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മോണ്ട് വെസൂവിയസ് എന്ന് പറഞ്ഞിട്ടുള്ള AD 79 പൊട്ടിത്തെറിച്ചിട്ടുള്ള അഗ്നിപർവ്വതമായിരുന്നു മൗണ്ട് വെസൂവിയസിന്റെ സ്പെല്ലിംഗ് ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ. വെസൂവിയസ് VIUS ആണെന്ന് തോന്നുന്നു എനിക്ക്. മൗണ്ട് വെസൂവിയസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അഗ്നിപർവ്വതം പൊട്ടി. അത് നമ്മുടെ സദേൺ ഇറ്റലിയുടെ ആ ഭാഗത്തായിട്ടാണ്. സദേൺ ഇറ്റലി. ഇത് എഴുതിയിരിക്കുന്ന ലാറ്റിൻ ഭാഷയിലാണ്. ഇറ്റലി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ലാറ്റിൻ ഭാഷയിൽ ഗ്രീക്ക് അവിടെയായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. സദേൺ ഇറ്റലിയുടെ ആ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് പൊട്ടിത്തെറിക്കുന്നതും. അങ്ങനെയാണ് പ്ലിനി മരണപ്പെടുന്നത് എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഞാൻ ജസ്റ്റ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹിസ്റ്റോറിയ നാച്ചുറാലിസിലാണ് മുസിരിസ് തുറമുഖത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അത് എവിടെയാണ്? പ്ലിനിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഏതാണ്? ഹു വാസ് ദ ഓഥർ ഓഫ് കൊച്ചി മാനുവൽ? കൊച്ചി മാനുവലിന്റെ ഗ്രന്ഥകാരൻ ആര് എന്നതാണ് ചോദ്യം. ആൻസർ ഏതാണ്? സി അച്യുതമേനോൻ. നാഗമയ്യ ഏതാണ്? അദ്ദേഹം എഴുതിയത് ഏതായിരുന്നു? ട്രാവൻകൂർ മാനുവൽ, തിരുവിതാംകൂർ മാനുവൽ അല്ലെ. ട്രാവൻകൂർ മാനുവൽ എഴുതിയത് ആരായിരുന്നു? നാഗമയ്യ. വില്യം ലോഗൻ എഴുതിയത് എന്തായിരുന്നു? മലബാർ മാനുവൽ. അപ്പൊ മലബാർ മാനുവൽ പഠിച്ചു, ട്രാവൻകൂർ മാനുവൽ എഴുതിയതായിരുന്നു പഠിച്ചു, കൊച്ചി മാനുവൽ എഴുതിയതുമായിരുന്നു നമ്മൾ പഠിച്ചു. അപ്പൊ 3 കാര്യങ്ങളും ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഈസ് നോട്ട് മാച്ച്ഡ് കറക്റ്റ്ലി? താഴെ തന്നിട്ടുള്ളവയിലെ ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത് എന്നതാണ് ചോദ്യം. ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത് കൂട്ടുകാരെ? ലീഗൽ അഡ്വൈസർ BN റാവു. ശരിയാണോ? ശരിയാണെന്ന് നമുക്കൊക്കെ അറിയാം. കാലിഗ്രാഫർ പ്രേം ബിഹാരി റൈസാദ. ശരിയാണോ? ശരിയാണെന്ന് നമുക്കറിയാം. സെക്രട്ടറി HVR അയ്യങ്കാർ. ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ പക്ഷേ ചെറിയൊരു കൺഫ്യൂഷൻ വരും. കാരണം എന്താ പറയുക, ഇത് ശരിയെന്ന് പറഞ്ഞ് കുറേ പേര് പോകും. കാരണം എന്താ? ഫസ്റ്റ് ഡ്രാഫ്റ്റ് പ്രിപ്പയർഡ് ബൈ SN മുഖർജി എന്ന് കാണുന്നു. SN മുഖർജി നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുള്ളത്? ചീഫ് ഡ്രാഫ്റ്റ്മാൻ അല്ലെ. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് അല്ലെ. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് SN മുഖർജി. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത ഇദ്ദേഹം ആയിരിക്കുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ള BN റാവു ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആരെ പ്രിപ്പയർ ചെയ്തത്? BN റാവു ആയിരുന്നു. ബെനഗൾ നരസിംഹറാവു എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്. SN മുഖർജി പക്ഷെ ആരായിരുന്നു? ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു എന്ന് പ്രത്യേകം ആലോചിക്കുക. മാറിപ്പോവരുത്, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അടുത്ത ചോദ്യം, ഫത്ഹുൽ മുബീൻ രചിച്ചത് ആര്? നോക്കൂ, ഈ ഭാഗം നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അറബി മലയാളത്തിനെ കുറിച്ച് ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്ലൈഡാണിത്. എന്തൊക്കെയാ പറയുന്നത് നോക്കൂ. കേരളീയനാൽ രചിക്കപ്പെട്ട ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമായി അറിയപ്പെടുന്ന കൃതിയാണ് തുഹുഫത്തുൽ മുജാഹിദീൻ. ഇതാരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മുഗ്ധമാണ് ഇത് രചിക്കുന്നത്. ഫത്ഹുൽ മുബീൻ എങ്ങനെയാ? പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, സാമൂതിരിയുടെ പോരാട്ടങ്ങൾ അല്ലെ, കുഞ്ഞാലി മരക്കാർമാരുമായി ബന്ധപ്പെട്ട കാര്യം, ഇതൊക്കെ നമുക്ക് അറിയുന്ന സ്ഥലമാണ് ഫത്ഹുൽ മുബീൻ. ഇത് ഖാസി മുഹമ്മദ് എഴുതിയ. ഇതേ ഖാസി മുഹമ്മദ് ആണ് അറബി മലയാളത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ ആയിട്ടുള്ള മുഹിയുദ്ദീൻ മാലയും എഴുതിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ മുഹിയുദ്ദീൻ മാല ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ ഇൻ അറബി മലയാളമാണ്. ഖാസി മുഹമ്മദ് എഴുതി. പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്ന കൃതിയാണ് ഫത്ഹുൽ മുബീൻ. ഖാസി മുഹമ്മദ് എഴുതി. കേരളീയനാൽ രചിക്കപ്പെട്ട ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമായി അറിയപ്പെടുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ചിട്ടുള്ള തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണ്.
മനസ്സിലായോ? അറബി മലയാള ലിപിയുടെ മാതൃകയാണ് നമ്മൾ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള സ്ലൈഡാണ്, അതുകൊണ്ട് ഇതൊക്കെ കൂടി അവിടെ തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇവിടെ നമുക്കതൊന്നും ഈ ചോദ്യത്തിൽ അതൊന്നും ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഈ ആളുകളെയും ഈ കൃതികളെയും കുറിച്ച് തീർച്ചയായും പഠിച്ചു വെക്കണം. ചോദ്യങ്ങൾ എനിക്ക് ഒന്നൊന്നര കൊല്ലം മുമ്പ് വരെ 2 കൊല്ലം മുമ്പ് വരെ തുടർച്ചയായി ചോദ്യങ്ങൾ വന്നിരുന്നു. ഇനിയും തീർച്ചയായും വരാൻ സാധ്യതയുള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഫത്ഹുൽ മുബീൻ രചിച്ച ആള് ആരാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഖാസി മുഹമ്മദ് ആണ്. കൃത്യമാണല്ലോ? സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ? 24. Which of the following statements related to the moon is or are right എന്നാണ് ചോദിക്കുന്നത്. സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. ശരിയാണോ? ശരിയാണ്. മൂൺ ഈസ് ഓൾസോ നോൺ ആസ് എ ഫോസിൽ പ്ലാനറ്റ്. ശരിയാണോ? പ്ലാനറ്റ് എന്ന് കേൾക്കുമ്പോൾ മൂൺ പ്ലാനറ്റ് അല്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? മൂണിൽ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ സംഭവം? അവിടുത്തെ സർഫേസിൽ ഒരു കാൽപാദം പതിഞ്ഞാൽ കാറ്റില്ല, ഒന്നുമില്ല, അന്തരീക്ഷമില്ല, അത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ ഭൂമിയുടെ ഒപ്പം തന്നെ ഉണ്ടായതാണ് ചന്ദ്രൻ എന്നൊരു നിഗമനത്തിൽ നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണോ ഭൂമിയിൽ എന്ത് ചെയ്തു? അന്തരീക്ഷം ഉണ്ടായി അല്ലേ? അപ്പൊ ഭൂമിയുടെ അന്തരീക്ഷം എന്ത് ചെയ്തു? ഭൂമിയുടെ മൊത്തം സർഫേസിനെ മാറ്റിമറിച്ചു അല്ലേ? ഇവിടെ എന്തുണ്ട്? കോണ്ടിനെന്റലായിട്ട് എന്ത് കിടക്കുന്നുണ്ട്? നമ്മളിവിടെ എന്തുണ്ട്? പല പല ശിലാഫലകങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? അറിയാലോ നിങ്ങൾക്ക്. ഇവ തുടർച്ചയായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം, ടെക്ടോണിക് പ്ലേറ്റുകൾ. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെന്റ് കാരണം എന്ത് ചെയ്തു? സർഫേസ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ചന്ദ്രനിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചന്ദ്രൻ എങ്ങനെ ഉണ്ടായോ ഏതാണ്ട് അതേപോലെ രീതികൾ ഇപ്പോഴും കാണാൻ പറ്റുമെന്നും അങ്ങനെയുള്ള തെളിവുകൾ കിട്ടുന്ന ഒരു ഫോസിൽ പ്ലാനറ്റ് പോലെയാണ് ചന്ദ്രൻ എന്നും അതുകൊണ്ട് അതിനെ വിളിക്കാറുണ്ട്. മനസ്സിലായോ കൂട്ടുകാർക്ക്? കാരണം കാറ്റില്ല, മഴയില്ല, മഞ്ഞില്ല, എല്ലാം അതുപോലെ കിടക്കുന്നുണ്ടാവും അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ചന്ദ്രനെ ഫോസിൽ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ തീമും ആലോചിക്കുക. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഏതാണ്? താഴെ തരുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. കണ്ടെടുത്തതിൽ വെച്ച് ഏറ്റവും പഴയ പാട്ടുകൃതി രാമചരിതമാണ്. രാമചരിതം എഴുതിയത് ആരാണ്? ചീരാമൻ. പലതവണ ചോദ്യം വന്നിട്ടുള്ളതല്ലേ? കേരള ചോസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ചീരാമൻ. അപ്പോൾ ഫസ്റ്റ് ശരിയാണ്. അനന്തപുര വർണ്ണനം എന്ന കൃതിയിൽ കാന്തല്ലൂർ ശാലയെ പറ്റി പരാമർശിക്കുന്നു. നോക്കൂ, അനന്തപുര വർണ്ണനം, അനന്തപുരി തിരുവനന്തപുരത്തിന്റെ വർണ്ണനം. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഇടമല്ലേ കാന്തല്ലൂർ ശാല? ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതും എന്താണ്? ബോത്ത് ആർ ട്രൂ എന്ന് പറയുന്നതാണ് ഇവിടത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പൊ നമ്മളുടെ സാറ്റർഡേ ടെസ്റ്റിലെ 25 ചോദ്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് PSC പരീക്ഷകൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന കാര്യവും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി കൂട്ടുകാരെ എന്ത് ചെയ്യുക? അടുത്ത പരീക്ഷയ്ക്കും തയ്യാറാകാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു എവരിവൺ.